തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളാണ്. എത്രയുണ്ട്? 21. ആദ്യത്തെ ലേഖനം തുടക്കം. എല്ലാവരും പറയണേ, ചോദിക്കുന്നത് പറഞ്ഞാൽ ആദ്യ ലേഖനം എനിക്ക് മനസ്സിലാവുള്ളൂ. റോമാലേഖനം. അപ്പോൾ ആദ്യത്തെ ലേഖനം റോമാലേഖനം, ഒടുവിലത്തെ ലേഖനം. ചാട്ടം ഞാൻ കണ്ടു, നല്ലത് അഭിനന്ദിക്കില്ല, ചാട്ടം മാത്രം പോലല്ലോ. ഒടുവിലത്തെ ലേഖനം വെളിപ്പാടോ ആയിക്കോട്ടെ, അവര് വെളിപ്പാടാണ്. ഒടുവിലത്തെ ലേഖനം യൂദയുടെ ലേഖനം. ചാടിക്കോണം, നിർത്തരുത്, ഇതിലൂടെ പഠിച്ചോണം. അവർ ശ്രദ്ധിക്കുക, ആദ്യത്തെ ലേഖനം റോമാലേഖനം, ഒടുവിലത്തെ ലേഖനം യൂദയുടെ ലേഖനം. അങ്ങനെ മൊത്തം 21 ലേഖനം. ഈ 21 ലേഖനത്തിൽ സിംഹഭാഗ ലേഖനങ്ങളും എഴുതിയത് ദൈവത്തിന്റെ ദാസനായ പൗലോസ് കൂടുതൽ ലേഖനം എഴുതിയത്. ഏതാണ്ട് 14 ലേഖനം പൗലോസ് എഴുതി, 13 തീർത്തുറപ്പിക്കാം. ഒന്ന് ഒരു തർക്ക വിഷയമാ എന്നിരുന്നാലും പൗലോസ് എഴുതിയതാണ്. അപ്പൊ ഏതാണ്ട് ഒരു 14 ലേഖനം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഇഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. ഇങ്ങനെ 21 ലേഖനങ്ങൾ. അതിൽ പൗലോസിന്റെ ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ഇത് 3 തർജ്ജമ ലേഖനമാണ്. ഇനി മറ്റു ലേഖനങ്ങൾ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ ക്രിസ്തുശാസ്ത്രം, രക്ഷാശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം, ഇങ്ങനെ 4 നിലയിൽ ലേഖനങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷാശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം. അപ്പോൾ അന്ത്യകാല ശാസ്ത്ര ലേഖനങ്ങളിൽപ്പെട്ടതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. അന്ത്യകാല ശാസ്ത്രമാണ്. എന്തുമായി അന്ത്യകാലം എന്തിനാ തന്നെ ഇരിക്കുന്ന കസലോട്ടിരിക്കും, ഇന്നത്തേക്ക് വിളിക്കും, തന്നെ ഇവിടെ കുത്തിയിരിക്കാം, അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഈ കസ അവിടെ നിങ്ങൾ ഇവിടെ ഇവിടെ എല്ലാ നാമത്തിലും അപ്പൊ പൗലോസിന്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ തെസ്സലോനിക്ക ലേഖനം അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ്. എന്താ അന്ത്യകാലം? ഒറ്റ വാക്കിൽ സാധാരണ മറുപടി പറയുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും അനന്തര സംഭവങ്ങളും. അതാണ് സാധാരണ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അവിടെ നമുക്ക് ആ ഭാഗത്തേക്ക് പോകേണ്ടതൊക്കെ അത് കുറച്ചുകൂടെ അറിവുള്ളവർ പറയട്ടെ. അപ്പോൾ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. ഈ 2 ലേഖനത്തിൽ പ്രധാനമായിട്ട് 2 വിഷയം. ആ 2 വിഷയം 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികൾ നമുക്കറിയാം ആരെന്ന് വെച്ചാൽ, ഒന്ന് യേശു ക്രിസ്തു, അടുത്തത് എതിർ ക്രിസ്തു. അന്തിക്രിസ്തു എന്നൊക്കെ പറയാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. എതിർക്കുന്നില്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് നല്ലത് പറഞ്ഞാലൊന്നും മനസ്സിലാകില്ല, കുരുക്ക എല്ലാവർക്കും പിടി കിട്ടുകയുള്ളൂ. നല്ല കാര്യം പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളുകയില്ല. അതുകൊണ്ട് ആദ്യം നിർത്താൻ വേണ്ടിക്കട്ടെ. അപ്പൊ യേശു ക്രിസ്തുവും എതിർ ക്രിസ്തുവും
രണ്ട് ലേഖനം അന്ത്യകാല ശാസ്ത്രപരമായിട്ട് എഴുതി. രണ്ട് ലേഖനത്തിൽ രണ്ട് വിഷയം, രണ്ട് പ്രത്യക്ഷത, രണ്ട് വ്യക്തികളുടെ പ്രത്യക്ഷത. ആ രണ്ട് വ്യക്തികൾ, ഒന്ന് യേശു ക്രിസ്തു, രണ്ട് എതിർ ക്രിസ്തു. ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. രണ്ടാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. തെളിവ് വാക്യം, അറിവുള്ള വാക്യമാ. രണ്ടാം ലേഖനം 2:9 വായിക്കുക. കൂടെ വായിക്കേ. വേറെ ആളാണോ വായിച്ചേ? അപ്പൊ അമ്മാമ്മ തന്നെ വായിക്കും. മൈക്കിലെ അമ്മാമ്മ വായിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. മതി മതി മതി, മൊത്തം വായിക്കണ്ടായി. പദം കിട്ടിയാണ്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. എതിർ ക്രിസ്തുവിന് സന്ദർഭോചിതമായിട്ട് സ്വഭാവം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് പല പേര് കൊടുത്തിട്ടുണ്ട്. അധർമ്മമൂർത്തി, നാശയോഗ്യൻ, തുമ്പകെട്ടകരകൻ, വരുവാനുള്ള പ്രഭു, എതിർ ക്രിസ്തു, ഇങ്ങനെയുള്ള പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്വഭാവം അനുസരിച്ച് ആ പേര് കൊടുക്കുന്നത്. ഏഴംകുളം സംഘടനയുടെ പാളം തെറ്റിയ തീവണ്ടിക്കകത്ത് ഒരു അമ്മയുടെ പേരുണ്ട്, മറുഭാഷ മറിയ. എപ്പോഴും മറുഭാഷയാണ്, അതിനവരിട്ട പേരാണ് മറുഭാഷ മറിയ. എനിക്കൊരു ശൗമേലക്കാനെ അറിയാം, പുള്ളിയെ വിളിക്കുന്ന വഴക്കാളി ശൗമേലെന്ന. എന്ത് സമയം വന്നാലും വഴക്ക. ഒരു പാപ്പച്ചനെ അറിയാം, കുരുക്ക് പാപ്പച്ചൻ. അയാൾ എപ്പോഴും ഓർത്ത് വന്നാലും ആരെയും നമ്മൾ കുടിക്കേറ്റ് പോകുള്ളൂ. വേറൊരു സംഭവത്തിൽ അറിയാം, നുണച്ചിമേരി. എന്ത് വന്നാലും നുണ കറിയാതെ ആ ടൈപ്പൊക്കെ ഇവിടെ കാണുമായിരിക്കും. അപ്പൊ സ്വഭാവം അനുസരിച്ചാണ് പേരും വിടുന്നത്. ഇവിടെ അധർമ്മമൂർത്തി, അങ്ങനെ ഒന്നോട് വായിച്ചേ, അമ്മ വായിച്ച ആ വാക്യം. അധർമ്മമൂർത്തിക്കായി വഴും അന്തിക്രിസ്തുവിനായി മാറ്റി ഒരുക്കും നിജങ്ങൾ, ഭൂമിൽ വഴി ഒരുക്കും നിജങ്ങൾ. എൻ പ്രിയനേ എന്തിനീ താമസമോ, എന്നുള്ളതിൽ ആശ മുഖം കാണാൻ, എന്നുള്ളതിൽ ആശ മുഖം കാണാൻ. രാഷ്ട്രീയ മത്സരത്തിൽ മധ്യത്തിലവർ ദൈവ രാജ്യത്തെ മറന്നിടുന്നു, ദൈവ രാജ്യത്തെ മറന്നിടുന്നു. എൻ പ്രിയനേ താമസമോ, എന്നുള്ളതിൽ ആശ മുഖം കാണാൻ, എന്നുള്ളതിൽ ആശ മുഖം കാണാൻ. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി വഴി ഒരുക്കും ദിശങ്ങൾ, ഭൂമിൽ വഴി ഒരുക്കും ദിശങ്ങൾ. എൻ പ്രിയനേ എന്തിനീ താമസമോ, എന്നുള്ള
ശ്രദ്ധിക്കില്ല. രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അധർമ്മമൂർത്തി. അങ്ങനെയാണ്. അപ്പൊ ഒന്നുകൂടെ ആവർത്തിക്കാം. അന്യകാല ശാസ്ത്രപരമായിട്ട് 2 ലേഖനം എഴുതി. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. 2 ലേഖനത്തിൽ 2 വിഷയം, 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികൾ, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് തെളിവ് വാക്യമായി ഇപ്പം വായിച്ചത്. അത് നമുക്ക് വിട്ടേക്കാം. നമ്മൾ 1-ാം ലേഖനത്തിലെ പൂർവാക്യമാണ് വായിച്ചത്. 1-ാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നിങ്ങൾക്കറിയാമല്ലോ, 1-ാം ലേഖനത്തിൽ എത്ര അധ്യായമുണ്ട്? നീലശാന്ത സഹോദരി പുറകെ 5. എന്നാ പറയാനൊരു മണി. അപ്പോൾ 1-ാം ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്. അതെ, 5 അധ്യായത്തിലും പൗലോസ് തെളിയിച്ചു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുവാൻ. ഞാൻ വാക്യം പറയാം, നിങ്ങൾക്ക് അറിവുള്ള വാക്യമാണ്, ഓർപ്പിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് അറിയാം, എല്ലാം അറിയാം. ഞാൻ ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പൊ 1-ാം ലേഖനത്തിൽ 5 അധ്യായം. 5 അധ്യായത്തിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ന്റെ 19, 3-ന്റെ 13, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടും 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ക്രമതാരെ വായിച്ചാല് 1-ന്റെ 9, 10. ഞങ്ങൾക്ക് നിങ്ങളുടെ എടുക്കാൻ എങ്ങനെ നിങ്ങളുടെ പ്രവേശനം സാധിച്ചു വന്ന് ജീവനുള്ള സത്യത്തെ സേവിക്കുവാനും മരിച്ചവരുടെ ഉയർപ്പെട്ട പുത്രനും വരുമാനുള്ള കോപത്തിന് വിടുവിച്ചവനുമായ യേശു സ്വർഗത്തിൽ വരുന്ന നമ്മളെ കാത്തിരിക്കുന്നു. അടുത്ത വാക്യം. വൈകിട്ടൂടെ തന്നെ ഇരിക്കണം. ഈ സൗണ്ടൊക്കെ മതി, നല്ല സൗണ്ടാണ്. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക്. അപ്പൊ അവിടെ പറഞ്ഞോ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ യേശു ക്രിസ്തു വരുന്നെന്ന്. അങ്ങനെയല്ലോ ദൈവദാസനല്ലേ? എന്ന് പറഞ്ഞാൽ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ യേശു പ്രത്യക്ഷപ്പെടാൻ പോകും. അപ്പൊ ഒരു കാര്യം വേണം ഓർമ്മിക്കാൻ, സഭ മഹോദരത്തിൽ കൂടെ പോകത്തില്ല. പോകുന്നെന്ന് പറയുന്ന ബദലുകളുണ്ട്. അവര് പോട്ടെ, അവർ പോകണമെന്ന് പറയുന്ന നമ്മളെന്തിനാ പറയുന്നത്? അവര് പോകണം. ഒരാൾ പറഞ്ഞ പോയത് പോട്ടെ, ഓരോ ഭാവി പോലെ അവരും അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലെ ഈ തരയിലെ വിശുദ്ധരും പറഞ്ഞിടുമേ. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലെ ഈ തരയിലെ വിശുദ്ധന്മാർ പറഞ്ഞിടുമേ. അവർ വസിച്ചിടും പുതുവാന നഗരങ്ങളിൽ. അവർ വസിച്ചിടും പുതുവാന നഗരങ്ങളിൽ. അതിമകത്വത്തിൻ പ്രകോപങ്ങൾ അനന്തങ്ങളാണ്. അതിമകത്വത്തിൻ പ്രകോപങ്ങൾ അനന്തങ്ങളാണ്. എന്റെ ജനമായുള്ളവരെ അറയിൽ മൂകാതിൽ വാതിൽ അടയ്ക്കാം. ക്രോധം കടന്നു പോവോളം എല്ലിടയിൽ. ക്രോധം കടന്നു പോവോളം എല്ലിടയിൽ. അപ്പൊ ശ്രദ്ധിക്കുക, വരുവാനുള്ള
കോപത്തിൽ നിന്ന് നമ്മെ പിടിപ്പിക്കുവാൻ യേശു സ്വർഗ്ഗത്തിൽ നിന്ന് വരുമെന്ന്. സാധാരണ പഠിപ്പിക്കുന്ന 7 വർഷമാണ് വീടാകാലം. അത് പപ്പാതിയാക്കിയിട്ടുണ്ട്. 3 അതിന് പ്രയോഗശൈലിയുണ്ട്. ഒരു കാലം, ഇരുകാലം, അരക്കാലം. കാലങ്ങൾ കാലാംശം അങ്ങനെയുള്ള പ്രയോഗം ആ ബൈബിളില് തന്നെയല്ല. ഇത് സഭയോട് ബന്ധപ്പെട്ടല്ലോ സഹോദരോ. നിന്റെ ജനത്തിലും അങ്ങനെ ദാനിയേലിനോട് പറയുമ്പോൾ നിന്റെ ജനത്തിന് അങ്ങനെ അതിൽ പുസ്തകത്തിൽ കിടക്കുന്നത്. അപ്പൊ യഹൂദരോട് ബന്ധപ്പെട്ട അതായത് നമ്മൾ കയറി ഒന്നും വേണ്ട, കയറിക്കൊണ്ടാണ് ഈ അവിടെ കൊണ്ടുവന്നത്. അതെന്റെ വഴിക്ക് പോട്ടെ. പിന്നെ മഹോദരത്തിലൂടെ പോണമെന്ന് നിർബന്ധമുള്ളവർ ഇപ്പൊ പോകുന്നത് പോലെ പോയാണ്. നേരെ അങ്ങോട്ടായി. പക്ഷെ ദൈവസഭ അതിനകത്തൂടെ പോവുകയല്ല. അതെ, വരുമാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ പിടിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുമെന്ന് 1-ാം അധ്യായത്തിന്റെ 9-10 വെളുത്തു. ഇനി 2-19 വായിച്ചേ. അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശ്രയ സന്തോഷമോ നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ ആദ്യം വായിച്ചത് ശബ്ദമില്ലാത്തതുകൊണ്ട് പോയതായിരുന്നു. ഒന്നുകൂടെ വായിച്ചത്. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചിരിക്കണം. യേശു പ്രത്യക്ഷപ്പെടും. അപ്പൊ 2-ാം അധ്യായത്തിൽ യേശു പ്രത്യക്ഷപ്പെടുമെന്ന്. ഇനി 3-13 ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത അവിടെ പ്രത്യക്ഷപ്പെടുമെന്നാണ് തെളിയിച്ചിരിക്കുന്നത്. ഇനി 4-13 മുതൽ വായില്. മോനെ, ഇവിടെ വാക്യം കൊടുക്കണ്ട, ഒറ്റ ഒരുത്തം പുസ്തകം എടുക്കുന്നില്ല. ഇത് നിർത്തിയേച്ച് എല്ലാവരും വേറെ പുസ്തകം എടുക്കും. ചുമ്മാ നോക്കിയിരിക്കുക, വെളിക്കെട്ട് കാണുന്നത് പോലെ. അത് നിർത്തിയേച്ച് പാട്ടിടുമ്പം അറിയാൻ മേലാത്ത പാട്ടാനെ ഒന്ന് കാണിച്ചു. അടിക്കുകയല്ല, എന്തായാലും കാണിച്ചു കൊടുക്കുക. ഇത് വാങ്ങിക്കും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. യേശു മരിക്കുകയും ജീവിതത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തും. അടുത്ത വാക്യം. തൊണ്ട അടഞ്ഞിരിക്കുകയാണോ? ഒരു കാര്യം ചെയ്യാം. ഇന്ന് പകല് റെസ്റ്റ് ഉച്ച കഴിച്ചിട്ട് ഉപ്പോളം രാവിലെ എന്നിട്ട് വൈകിട്ട് ഇവിടെ വന്നിരുന്നു വാക്യം വായിച്ചു തരണം. ഇനി അമ്മ വായിച്ചു തരുമോ? മൈക്ക് കൂടെ വായിച്ചാൽ മതി, ഞാൻ കേൾക്കട്ടെ. മൈക്ക് ഓൺ ചെയ്തു. അത് ചാർജില്ലായിരിക്കും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കേണ്ടതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത അവിടെയും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി ഈ സഹോദരന്മാരെന്ന് വായിച്ചാൽ എല്ലാം വെറുതെ ഇരിക്കോ. 5-23 നിങ്ങൾ ആരെങ്കിലും വായിച്ചു തുടങ്ങി. 5-23 സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. പിന്നെ ആത്മാവും പ്രാണനും ദേഹവും ആശാക്ഷം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ആ പ്രത്യക്ഷത അതാണ് നമ്മുടെ മെയിൻ വിഷയം. അല്ലെന്ന് അതിന്റെ മേളിൽ പ്രത്യക്ഷതയുണ്ട്. പ്രത്യക്ഷത അവിടെയും എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും യേശുവിന്റെ വീണ്ടും വരവാണ്. ഈ പങ്കപ്പാടും ദുരിതവും ദുഃഖവും അപമാനവും നിന്നെയൊക്കെ സാധിച്ചു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം യേശു വീണ്ടും വരും. നമ്മുടെ സകല ദുരിതങ്ങളും
ഈ സകല പ്രശ്നങ്ങളും മാറുന്നത് യേശു വരുമ്പോഴാണ്. ഞാൻ സകലം ദൈവദാസന്മാരും പ്രവാചകന്മാരും പ്രവാചകന്മാരും ഒക്കെ പറയാം, അമ്മാമ ഏഴിരുന്നാൽ മതി മുഴുവൻ പ്രശ്നവും ചുമ്മാ ഭ്രാന്ത് പറയാത്തതാണ്. ഇവരെല്ലാം തലയ്ക്ക് വട്ടാ. അമ്മാമ 21 ഇരുന്നാൽ മതി, അച്ഛൻ 21 ഇരുന്നാൽ സകല പ്രശ്നവും 21 ഇരുന്നിട്ടുണ്ടോ? ഒരു നേരം 3 ഇരുന്നിട്ടുണ്ടോ? എന്നോട് നോക്കാം. 7 ഇരുന്നിട്ടുണ്ടോ? വേണ്ട, എല്ലാ പ്രശ്നവും തീർന്നോ? തീർന്നില്ല. തീർന്ന പ്രശ്നമില്ല. അങ്ങനെ തീരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒറ്റ ഒരുത്തന്നെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറുകയല്ല. എന്നാൽ സകല പ്രശ്നങ്ങളും മാറുന്നത് ദൈവമക്കളോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയില്ല. അന്ന് സകല ദുരിതവും മാറും. സങ്കീർത്തനക്കാരൻ വേറെ നിലയിലാ പറഞ്ഞെങ്കിലും പ്രചോദനം ഇങ്ങനെ, ഇത് വേഗം തീരും, ഞങ്ങളിവിടെ പറന്നും പോകും. അന്നാണ് പൂർണ്ണമായിട്ട് സകല പ്രശ്നങ്ങളും. അതുവരെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളും ദുരിതവും പ്രാരാബ്ദവും ബന്ധപ്പാടും കഷ്ടതയും ഞെരുക്കവും പോരാട്ടവും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എന്തിനാണ് ചോദിച്ചാൽ ഇതിനെയെല്ലാം തരണം ചെയ്യാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി. സ്വയശക്തി കൊണ്ട് ഒക്കത്തില്ല, സ്വയശക്തി കൊണ്ട് ഇതിനെ ജയിക്കാനൊക്കത്തില്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ട് ജയിക്കാനൊക്കത്തില്ല, സാമുദായിക ബലം കൊണ്ട് ജയിക്കാനൊക്കത്തില്ല, കാലബലം കൊണ്ട് ജയിക്കാനൊക്കത്തില്ല. ജനമെടുക്കുന്നത് ആത്മബലത്താണ്. ശക്തിപ്പെടണം. അത് കാലബലം കൊണ്ട് ഇതിനെ ജയിക്കാനൊക്കത്തില്ല, കാലബലം കൊണ്ട് ഇതിനെ അടക്കാനൊക്കത്തില്ല. പിന്നെയോ ആത്മാവിന്റെ ഇരട്ടി ശക്തി കൊണ്ടാണ്, ആത്മബലത്താണ്. അതുകൊണ്ടാ പ്രാർത്ഥന അവൻ സ്വന്തം അതിനെ ജയിക്കുവാൻ, തരണം ചെയ്യുവാൻ, അതിന് വിജയം കണ്ടെത്തുവാൻ. അല്ലാതെ ആരെങ്കിലും വന്ന് പറയാ 7 ഇരുന്നാൽ എല്ലാം മാറും, 3 ഇരുന്നാൽ മാറും, 21 ഇരുന്നാൽ മതി, ഒരു നേരം കഴിച്ചോണ്ട് ഒക്കത്തേക്ക് 40 ഇരുന്നു വിടുതല. ചുമ്മാ പറയാനാ ഉപവസിക്കരുതെന്നല്ല പറഞ്ഞത്. ശരീരത്തിന്റെ ആരോഗ്യവും സ്ഥിതിയും നടത്തിപ്പും അനുസരിച്ച് 7 ഇരുന്നോണം, 21 ഇരുന്നോണം, ഒക്കത്തേക്ക് 40 ഇരുന്നോ, അതൊക്കെ ഞാൻ അനുകൂലിക്കുന്ന ആളാ. പക്ഷെ ഇത് ഇരുന്നത് കൊണ്ടെല്ലാം മാറത്തില്ല. ഈ ഇരുന്നിന് എന്തിനാണ് ഇതുപോലെ വൈകല്യങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യുക, അതിനെ പിടിച്ചെടുക്കുക, അതിനെ ജയമെടുക്കാനാണ് നാം ഇരിക്കുന്നത്. ദൈവത്തിന് മഹത്വമാണ്. അപ്പോൾ ഓരോ അധ്യായത്തിലും യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം ഒന്നുകൂടെ വായിച്ചു. ശബ്ദമുള്ളവരൊക്കെ വായിച്ചു, ഉറക്കെ വായിച്ചു. ചിലരെ എടുത്തു വെച്ചു വായിക്കണമെന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, മൈക്കിൽ കൂടെ വായിക്കാൻ അയാൾ പറഞ്ഞത്. മൈക്കില്ലാതെ വായിക്കാൻ അയാൾക്കാണ് വിവരം ഉള്ളവരല്ല. വിവരം വിളിച്ച് പറഞ്ഞെങ്കിൽ പിന്നെ അത് ഉള്ളവരുടെ നാടക്കാരാണ്. പിന്നെ അവർ തന്നെ വായിക്കേണ്ട നോർത്തിരിക്കുന്ന ചില സഹോദരിമാരുണ്ട്. ഞാൻ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. അപ്പൊ എടുത്ത നിങ്ങൾ വായിച്ചു, ആർക്ക് വേണമെങ്കിലും വായിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും. അവിടെ പൗലോസ് ചോദിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം സാധിച്ചത് എന്ന് പറഞ്ഞാൽ പൗലോസ് തെസ്സലോനിക്കയോട് ചോദിക്കുക, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് എങ്ങനെയാണ്? നിങ്ങള് പൗലോസിന്റെ മിഷനറി യാത്ര പഠിക്കുമ്പോൾ ഈ ആസിഡ് വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ചിലരൊക്കെ അങ്ങനെ വിലക്കുണ്ടാകും, പോകണ്ട, അവിടെ പ്രസംഗിക്കണ്ട, അത് പരിശുദ്ധാത്മാവ്. ഇപ്പൊ പിന്നെ വിലക്കുന്ന പരിശുദ്ധാത്മാവില്ല, കമ്പനിക്കാരാ. ആരെ വിളിക്കണം, ആരെ പ്രസംഗിക്കണം, എന്തോ പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം, അവന്മാരാണ് തീരുമാനിക്കുന്നത്. എന്നോട് ഇങ്ങനെ നല്ല രസം ആരും പറഞ്ഞ് വരാറില്ല. ഇന്നത് പ്രസംഗിക്കണം, ഇന്നത് പ്രസംഗിക്കരുത്, അത് ഒന്ന് കൊളുത്തിയേക്കണം. എൻ്റെ അടുത്ത് വരരുത്. അത് പ്രാർത്ഥിച്ച് നിയമം അനുസരിച്ചായി പറയാം. ഇഷ്ടമുണ്ടെ അംഗീകരിക്കുക, ഇല്ല പിന്നെ വിളിക്കുകയും ചെയ്യരുത്. എന്റെ രീതിയാണ്. ഇഷ്ടമുണ്ടെ വിളിക്കുക, അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് പോലൊന്നും പറയാം അങ്ങനൊരു സ്വപ്നം പോലും കാണാൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് നിയോഗം തരും. മനസ്സിൽ വചനം പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് വിലക്കി. പരിശുദ്ധാത്മാവായിരിക്കണം നിയോഗം തരുന്നത്, പരിശുദ്ധാത്മാവായിരിക്കണം പറഞ്ഞിരിക്കുന്നത്. കമ്മിറ്റിക്കാരല്ല, സെക്രട്ടറി അല്ല, പ്രചാരണമല്ല, കാശുള്ള അധ്യായം അങ്ങനല്ല. ഇപ്പൊ ചില സമയത്തൊക്കെ കാശുള്ള അധ്യായന്മാര് പറയുമ്പോൾ അവിടുത്തെ അച്ഛൻ പിള്ളേരുടെ ഭാഷ പിന്നെ കാശ് വീശിയേറ്റിരിക്കില്ല. പിന്നെ അച്ഛൻ പറയുമ്പോലെ
ഏതാ ഒരു അരുതാഴിയ പോലെ. ഇത് പരിശുദ്ധാത്മാവാണ് വിലക്കിയത്. ആസിഡിൽ വചനം പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പോൾ അവിടെ പ്രസംഗിച്ചില്ല, അവിടെ പോയി. അങ്ങനെ യാത്ര ചെയ്ത് ഫിലിപ്പിയിൽ വന്നു. അപ്പൊ ഇതിനിടയ്ക്ക് മക്കതോന്യക്കാരും ഒരു പുരുഷൻ നിലവിളിക്കുന്ന ദർശനം പൗലൂസ് കണ്ടു. അപ്പോൾ മക്കതോന്യയുടെ ഒരു ഭാഗത്ത് ചെയ്യുന്നു. പതിവ് പോലെ പൗലോസ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പള്ളി നോക്കി. സാഹചര്യങ്ങളൊന്നും കിട്ടിയില്ല. പുഴവക്കത്ത് നിന്ന് പ്രസംഗിക്കുന്നവർക്ക് എവിടെ നിന്ന് പ്രസംഗിക്കാം? ഉൾപ്പിട്ട് തന്നെ വേണമെന്ന് ചില പ്രസംഗിക്കാൻ പറ്റുമ്പോഴെല്ലാം നിർബന്ധ ബുദ്ധി. ഞാൻ പിന്നെ ചിലർ ചോദിക്കും മൈക്കുണ്ടോ എന്ന് ചോദിക്കും. കാരണം പണ്ടത്തെ കാലമല്ല, ആൾക്കാർ ഒത്തിരി വലിയ സഭകളുടെ ശബ്ദമുഖരിതമായ അന്തരീക്ഷം മുഴുവൻ തന്നെയല്ല, ഒത്തിരി ശബ്ദമെടുക്കാനും ഒക്കെ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ചോദിക്കും മൈക്കുണ്ടോ? ഇല്ലേലും പ്രസംഗിക്കും, ഇല്ലേലും പറയും. ചിലരെ നമ്മൾ വിളിച്ചാൽ എന്തെല്ലാം നിർബന്ധ ബുദ്ധി, ഭയങ്കര നിർബന്ധ ബുദ്ധിക്കാരുണ്ട്. മൈക്കൊണ്ടുകൊണ്ട് ഏത് സിസ്റ്റമാണ്, എത്ര വാട്സിന്റെ ഇവര് കിടന്ന് അലറണം. അതിനാ ഉൾവാഴ്പോന്ന് കിടന്ന് ആളെന്തുവേണ്ട കൂടും, ആളെന്തുവേണ്ട കൂടും. ഞാൻ പറയാം, ആളുണ്ടെങ്കിലും ആളില്ലേലും, മൈക്കുണ്ടെങ്കിലും മൈക്കില്ലേലും, ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും ഇതിനെ ഏൽപ്പിച്ച കാര്യം പറയാം. ഞാൻ 2 പെണ്ണുങ്ങളെ വെച്ച് 2.5 മണിക്കൂർ പ്രസംഗിച്ചു. വേറെ ചൈനമാണ്. അയാള് മൈൻഡ് തന്നെ ഉള്ളു. പെണ്ണുങ്ങൾ ഉണ്ടെന്നുണ്ട് ഏറ്റവും നന്ദി. 2.5 മണിക്കൂർ. ആളൊന്നും അധികം വേണ്ട. സ്തോത്രം. 2 മതി. ഇന്നലെ വേണമെന്നില്ല. ഇന്ന സഭയിലെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇന്ന സ്റ്റേജിലെ ഞാൻ അവരെ ആരും നേരെ വിളിച്ചു കൊണ്ടുപോകാൻ ചില ഭയങ്കര നിർബന്ധ ബുദ്ധിയാ. ഇന്ന ഹോട്ടൽ വേണം. സാഹചര്യം ഉണ്ട്, താമസിച്ചോട്ടെ, നമുക്ക് എതിരില്ല, ഒരെതിരില്ല. വിളിക്കുന്നവരുടെ സാഹചര്യത്തിൽ അവരെ ഒരുക്കുന്നത് ഹോട്ടലാണ് അങ്ങനെ, വീടാണ് അങ്ങനെ, വൈകോമാണ്. നമ്മൾ ചെന്ന് അവിടെ മെനക്കാർ ഉണ്ടാക്കരുതെന്നായി പറഞ്ഞത്. വിളിക്കുന്ന ദേവസ്വമുണ്ട്, കിടന്നോ? ഇല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് അവർക്ക് നമ്മൾ മെനക്കാരാകരുത്. ഇന്ന ഭക്ഷണം ഞാൻ ഇന്ന ഫുഡ്. രോഗികളായ ചിലരുണ്ട്, അവർക്ക് എല്ലാ ഭക്ഷണവും ഒക്കെ നമുക്ക് അറിയാമല്ലോ, ഇല്ലേ? ഞാൻ മട്ടനെ യൂസ് ചെയ്യുമോ? പിന്നെ കുട്ടൻ കുറച്ച് പുട്ട് തിന്നവനാണ്. കുട്ടൻ ആടിനെ തപ്പാൻ ഓടുക. ഒരു തെങ്കാശി ചെന്നൊരാട് പൗലോസ് പറഞ്ഞൊരു ഭാഗമുണ്ട്, താഴ്ചയിൽ ഇരിക്കാനും സമൃദ്ധിയിൽ ഇരിക്കാനും എനിക്ക് അങ്ങനെ എഴുതിയേക്കണം. 4:10 മുതലല്ലേ വായിച്ച്? ഫിലിപ്പിയാലേഖനം 4:10 മുതല് അതല്ലയോ? അങ്ങനെ വായിക്കേ. വിശന്നിരിക്കാനും തൃപ്തരായിട്ടിരിക്കാനും അവിടെ ചേർത്ത് വായിക്കണമേ. അമ്മേ 10 മുതൽ വായിക്കണമേ. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നല്ലോ, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാനിത് പറയുന്നത്. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടാണ്. അടുത്തത് താഴ്ചയിൽ ഇരിക്കാനും സമൃദ്ധിയിൽ ഇരിക്കാനും പിന്നെ തൃപ്തരായിട്ടിരിക്കാനും. ആ പോയിന്റ് വരാനാണ് മതി നമുക്ക് അത് മതി. മൊത്തം ബാക്കി വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി മൊത്തം. അപ്പൊ തൃപ്തരായിട്ടിരിക്കാനും വിശന്നിരിക്കാനും, ഇത് രണ്ടും അറിയില്ല. വിശേഷിച്ച് കർത്താവിന്റെ വേലക്കാർ ഇതെല്ലാം ശീലിക്കണം. ഒടുവിൽ പൗലോസ് പറയാം, എല്ലാം ഞാൻ ശീലിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ തന്നെ എല്ലാം ശീലിച്ചു, എല്ലാം ശീലിക്കണം. ചിലർക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞ് സമയത്ത് ഫുഡ് കിട്ടിയില്ലെന്ന് വരും. പിന്നെ അവിടെ കിടന്ന് മെനക്കാറുണ്ടാക്കരുത്. ഞാൻ ശുശ്രൂഷ 1 മണിക്ക് കഴിക്കുന്ന 1 മണിക്ക് സമയം എന്നാന്ന് നീ ഓടാ
എന്നോടാരും നീന്താണ്ട് കളിക്കില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കഴിച്ചു. എന്തിനാണ് 1 മണിക്ക് ഇങ്ങോട്ട് വരുന്നത്? 11:30 മുതൽ കഴിക്കാൻ. നീ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ നടക്കുന്ന ശുശ്രൂഷയാണ്, ആത്മീയ ശുശ്രൂഷയാണ്. ചിലപ്പോൾ 10 മിനിറ്റ് മുമ്പോട്ട് പോയെന്ന് വരും. ഒരു അഭിഷിക്തൻ വന്ന് ആത്മശക്തിയിൽ ശുശ്രൂഷിക്കുമ്പോൾ ചിലപ്പോൾ അല്പം മുൻപോട്ട് പോകും. നിനക്കോടൊപ്പിക്കരുത്. ചിലപ്പോൾ സഹായം അല്പം നേരത്തെ നിർത്തിയാലും ആ വരും. 1 മണിയായിട്ട് നിർത്തണം. അതിനെ താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ശീലിക്കണം. പുത്തനായിട്ടിരിക്കാനും വിശന്നിരിക്കാനും. ചില വീട്ടിൽ യോഗം വെക്കുമ്പോൾ അവരുടെ സാഹചര്യം അനുസരിച്ച് ചിലപ്പോ ഒരു ഗ്ലാസ് കട്ടനായിരിക്കും. അത് കുടിച്ച കണ്ണു പോകരുത്, കുടിക്കാതെ പോകരുത്. ചില വീട്ടിൽ പ്രാർത്ഥന വെക്കാൻ വരികയല്ല, വന്നാൽ അവർ വെള്ളം നടത്താൻ കഴിക്കുന്നത് അന്നൊരു പ്രത്യേക ഉപവാസമാണ്. നിന്റെ എല്ലാം ദൈവം പിടിക്കും. നിന്റെ എല്ലാം നിനക്കൊക്കെ അൾസർ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അവിടെ കഴിക്കുകയല്ല. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ നിന്ന് നീ ഇരിക്കേണ്ടത് ഇവിടെ അല്ല. നിനക്ക് ഇരിക്കേണ്ട ഭാഗം ഇവിടെ അല്ല. കാശിലാണ്, മൊത്തം ചുറ്റമാണ്. നീ ഇരിക്കേണ്ട ഭാഗം ഇരിക്കാതെ കാണില്ല. എല്ലാത്തിനും ആകണം. ചില വീട്ടിൽ യോഗം വെച്ചാൽ പോകുന്നില്ല. പോയാൽ തന്നെ അനുഷ്ഠാനം പറഞ്ഞതിന് മുന്നേ എവരും നമ്മളെയും കൂടെ മുങ്ങും ഭാഷയാണ്. അത് ഞായറാഴ്ച ഇവിടെ വന്ന് ഇങ്ങനെ ഈ ആനയുടെ കവിൽ കാട്ടുപോലെ എന്തിനാണ് അങ്ങനെ ദൈവത്തിന് മഹത്വം. എന്നെ നിന്നെ നല്ലതുപോലെ അറിയുന്ന ദൈവമുണ്ട്. ആരാകുന്ന ദൈവമുണ്ട്. ആരെ വിധിക്കുന്നത് എഴുന്നേറ്റുകൊണ്ട ദൈവമറിയില്ല. നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവമുണ്ട്. ആരെ കവലമായിട്ടാണ് ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം. ഭക്ഷണം കഴിക്കുകയല്ല, ചിലർക്ക് കൈ കൊടുക്കത്തില്ല, ചിലരോട് മിണ്ടത്തില്ല. ഇവന് ഞായറാഴ്ച ഇവിടെ കിടന്നാണ് 6 രൂപ കൊടുക്കുക. മൂർക്ക ജീപ്പ് പോലെ നീ ചീട്ട് വന്നു വേണ്ട. എന്നെ നിന്നെ നല്ലതുപോലെ അറിയുന്നത് അതാണ് കാര്യം. നിങ്ങളുടെ മകളത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് ബോധിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സഖി പാസ്റ്റോട് പറയണം, അയാളെ പറഞ്ഞു വിട്ടേക്കണം. നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത്.
കുഞ്ഞാട് പോകുന്നിടത്തില്ല അമ്മയെ അനുഭവിക്കുന്നത് പറഞ്ഞ പോലെ അതുങ്ങൾ വിഷമൊക്കെ ഉണ്ടെന്ന് നിൽക്കരുത്. എവിടെ എന്നിട്ട് കൊണ്ടുപോയ വിഷങ്ങൾ ഇതൊന്നും ഉറപ്പിച്ച് പറയാമോ? ആ അതിന് ദൈവത്തിന് നമ്മളെ നന്നായിട്ട് അറിയുന്നത് ദൈവമുണ്ടെന്ന്. പിണങ്ങാതിരിക്കൊന്നുമില്ല. ചില വലിയ വീരസ് പറയാൻ ഞാൻ നോർത്ത് ഇന്ത്യയിൽ എല്ലാവരുടെ കാര്യമല്ല, ഞാൻ അങ്ങനാകും ഇങ്ങനാകും അപ്പിടി ഇപ്പിടി അവിടെ ഇടപെടുന്നത് പോലെ ഞാൻ ഈ കേരളത്തിൽ വന്നിട്ട് ഇടപെടാത്ത. ഇപ്പൊ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, തർക്കമോ മാവോ വന്നാൽ വിശദീകരിക്കാം. ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. തർക്കമാണ് എനിക്ക് എല്ലാവരും ഒരുപോലെ തർക്കമില്ലാതെ വിശദീകരണം തരാം. നമ്മളെ നല്ലതുപോലെ അറിയുന്നത് അത് നമ്മുടെ വിഷയത്തിൽ നിങ്ങൾ പറയുന്നത് 17 ദിവസം നല്ല അപ്ഡേറ്റ് വന്നത് തല്ലി കഴിഞ്ഞാൽ പോയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു ക്ഷീണമാക്കില്ല. എനിക്കല്ല, നിങ്ങൾക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, ആസിഡിൽ വചനം പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് വിലക്കി. മകളോട് വിളി കിട്ടിയപ്പോൾ ഫിലിപ്പിയുടെ ഒരു സ്ഥലത്തിയാണ് പ്രസംഗിക്കാൻ കിടന്നു നോക്കിയപ്പോൾ എണ്ണ കിട്ടിയില്ല. പുഴവക്കത്ത് നിന്ന് ഇതാ ശുശ്രൂഷ. ചിലർ ധരിക്കുന്നത് ഈ പുൽപ്പിത്തിൽ കൺവെൻഷനിൽ നിന്ന് തിളങ്ങുന്നതാ ശുശ്രൂഷ. അല്ലല്ല, ആരും അറിയാതെ ചില വീടുകളിൽ ചെന്ന് നെതിരേഖ കൊടുത്ത് സുവിശേഷം അറിയിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരുമുണ്ട്. സ്റ്റേജിൽ നിൽക്കുന്നവരെക്കാളും പ്രതിഫലം നിങ്ങളാണ്. പക്ഷെ ഇവിടെ നിങ്ങളെ അറിയുന്നില്ല, ഇവിടെ നിങ്ങളുടെ പേര് പറയുന്നില്ല, നിങ്ങളെ ആരും അഭിനന്ദിക്കുന്നില്ല. പക്ഷെ അഭിനന്ദിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇവരുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈവന്റെ ശീലി പാട്ട് പാടും. ഇതൊന്നുമില്ലല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പം എല്ലാരും ചോദിക്കും, അതിൽ പാട്ടാണ്. രാജനോടൊപ്പമായി പങ്കിരിപ്പതു സത്യസഭ. രാജനോടൊപ്പം പങ്കിരിപ്പതു സത്യസഭ. പൊന്നേ സുതപ്പൂര ചിന്തിക രക്തത്തിൽ പലമ വിശുദ്ധ കൂടലത്രേ. പൊന്നേ സുതപ്പൂര ചിന്തിക രക്തത്തിൽ പലമ വിശുദ്ധ കൂടലത്രേ. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ മക്കു തീർന്നുപോ. അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിങ്ങൾ അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. ഇവിടെ നിങ്ങളെ ആരും അറിയത്തില്ല. ചിലപ്പം ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്ന് നിങ്ങളുടെ ഫോട്ടോയും പരസ്യമൊന്നും വന്നത് വരികയില്ല. ഇവിടെ ആരും നിങ്ങളെ അഭിനന്ദിക്കുന്നില്ല. പക്ഷെ അഭിനന്ദിക്കുന്ന ഒരു സുദിനമാണ്. അപ്പൊ പുഴവക്കത്തിൽ നിന്ന് പ്രസംഗിച്ചപ്പം ലുദിയാവിന്റെ ഹൃദയം കർത്താവ് തുറക്കണം. ഈ ലുദിയാവിന്റെ ഹൃദയം കർത്താവ് തുറക്കാൻ കാരണം എന്നാ? തോട്ടം പിന്നെ പറയാം, ഇതിന് ആൻസർ പറഞ്ഞേ. ആ ലുദിയ ശ്രദ്ധിച്ചു. ദൈവദാസന്മാർ ദൈവോധനം പറയുന്നത് ലുദിയ സഹോദരിമാരെത്തുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചത് ഒരു സഹോദരിയാണ്. കാണാൻ പറഞ്ഞ ആളാ, എങ്ങനെയാണോ നേരത്തെ സീറ്റ് കിട്ടുകയില്ല, പാർക്കിംഗ് ഏരിയയായി
ഇല്ല, ഭയങ്കര ഗ്രോത്താണ്. എത്ര പേര് ശ്രദ്ധിക്കുന്നു? ധാരാളം സ്ത്രീകളൊന്നും ഇടപഴകൊക്കെ, പക്ഷെ ശ്രദ്ധിക്കുന്നു ലുദിയ ശ്രദ്ധിച്ച കർത്താവ് അവിടെ ഹൃദയം തുറന്നു. ഈ കർത്താവ് ഹൃദയം തുറന്നുള്ള ഗുണം എന്നറിയാമോ? അവിടെ എന്നാലും വീട് തുറന്നു. അവിടെ വീട് തുറന്നിട്ട് പറഞ്ഞു, പക്ഷേ ഞാൻ വിശ്വസ്തയിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ചുറ്റേണ്ടത് ചെയ്യാൻ. അല്ല, ഞങ്ങളുടെ വീട് കൂട്ടിയിട്ടിരിക്കുക, മാസ്റ്റർ വേറെ വീട് നോക്ക്, അതിനടുത്ത് കൊടുക്കും, ഔട്ടർ ഹൗസ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കും. അച്ഛൻ പറഞ്ഞ കാര്യമല്ല പറയുന്ന അച്ചായന്മാര് പുനലൂരുണ്ട്, കുമ്പനാട് ചേർക്കുണ്ട്, റാന്നി, കോഴി, കൊട്ടാരക്കര, അടൂര്, മുണ്ടമാനി, തൃശ്ശൂര്. മനസ്സിലായിട്ടാണ് സർവ്വം പറഞ്ഞില്ല. ഒരു വീട്ടിലെ ചിലപ്പോൾ നമ്മുടെ ഒരു ദൈവദാസം താമസിക്കാം, ഔട്ട് ഹൗസിൽ ചെറിയ 2 റൂം, നിന്ന് തിരിയാൻ പാടില്ല. ചെറു ഭയങ്കര ബ്രഹ്മാണ്ടം വീടാണ്, ഭയങ്കര സർവ്വം ഞാൻ പറയില്ല, ഭയങ്കര വീട്. ഞാൻ അകത്ത് കയറി, അകത്ത് ആദ്യത്തെ മുറി കയറി. അങ്ങോട്ടൊന്നും എനിക്ക് തോന്നുന്നത് എന്റെ മൂന്നൊക്കെ 5-6 ബെഡ്റൂമെങ്കിലും കാണും. വലിയ ഹാളും കിച്ചണും ഏരിയയായി. ഈ പാസ്റ്ററെ ഫ്രീ ആയിട്ട് താമസിപ്പിച്ചിരിക്കുക, പാസ്റ്റർ വലിയ കാര്യമായിട്ടിരിക്കുക. ഞാൻ എന്റെ അവര് ബുദ്ധിയുള്ളവരാണ്, അമേരിക്കയില അവര് ബുദ്ധിയുള്ളവരാണ്. കാരണം ഇയാള് പട്ടി കിടക്കുമ്പോൾ അവിടെ കിടക്കുക, തൂത്തുമാരി കുറച്ച് മിറ്റവും പരിസരവും വൃത്തിയാക്കി ഒരാളും ഉണ്ടല്ലോ. അല്ലാതെ വെറുതെ അവിടെ നിർത്തിയാൽ ഒരു ഫാമിലിയെ താമസിച്ച അവർക്ക് അത്ര കൊടുക്കണം. ഇതിന്റെ കൂട്ടുമായിരുന്ന വേറെ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? പിന്നെ കുടം കളിച്ചിരിക്കുന്നു. ഞാൻ തമാശൊന്നും പറയില്ല. ആ ദൈവദാസനും ദൈവദാസിയും 2 പിള്ളേരും. എന്നാൽ എല്ലാ മുറിയൊന്നും തുറക്കണ്ട, വേണമെന്ന് പറയാം, മാസ്റ്റർ നിങ്ങൾ ഫാമിലി അല്ലേ, കാരണം അപ്പുറത്തെ ആ ഒരു മുറി നിങ്ങൾ വാങ്ങി കിടന്നു. ന്യായമല്ല. 5-6 മുറിയുണ്ട്, എല്ലാം തുറക്കണ്ട. അവരുടെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എവിടെയുള്ള ആയിക്കോട്ടെ. ഈ ഹാള് നിങ്ങൾ ഉപയോഗിച്ച് ആ ഒരു ബെഡ്റൂമോ പക്ഷെ നല്ല രീതിയിൽ ഇടപെടുന്ന ദൈവമക്കളുണ്ട്, അവരുണ്ട്, നല്ല ആൾക്കാരാണ്, നല്ല ആൾക്കാരാണ്. വീട് മുഴുവൻ കൊടുത്ത ബന്ധുക്കോസുകാരിയായിരിക്കാം, നല്ല ആൾക്കാർക്കും അവരെ അഭിനന്ദിക്കും. ഇനി മറുവശമുണ്ട്, ചിലരെ താമസിപ്പിച്ചാൽ ഇറങ്ങി പോകത്തില്ല. അങ്ങോട്ട് കണ്ടുകൊണ്ട് വിദ്വാന്മാരുകൊണ്ട് ഒത്തിരി ഓണം എന്ന് പറഞ്ഞാൽ അമ്മ ജോലിക്കുട്ടി എന്ന് പറഞ്ഞാൽ എവിടെ പറഞ്ഞാൽ ആയമാണെന്നല്ല, എവിടെ അല്ല എന്റെ വീട് സാറിന്റെ വീടാണ്. ഞാൻ കഴിഞ്ഞ 7 വർഷമായി പലതിനും എനിക്ക് 10 സെന്റ് സ്ഥലം തരണം, അല്ലെങ്കിൽ വീടിന്റെ മാതിരി മറുവശം വേറെ പ്രദേശം ഭാഗ്യങ്ങൾ താമസിപ്പിച്ചു. 2 വശം പറയണമല്ലോ. ഓണം വന്നപ്പോൾ വീട്ടിൽ കയറുന്നില്ല. അയാൾ വന്നു ചോദിച്ചു, ഞങ്ങൾ പോകുമ്പോൾ അച്ഛൻ ഇറങ്ങുന്നില്ല. അച്ഛൻ ഇറങ്ങുന്നില്ല, ഞങ്ങൾ പോവാ. പുള്ളി വെട്ടിയായിട്ട് അയാൾ എന്നോട് പറഞ്ഞു, അച്ഛൻ എവിടെ പറഞ്ഞു, ഞങ്ങൾ പോവാണ്. അപ്പൊ പുള്ളി പറഞ്ഞു പോക്കോ, ഇത് ഞങ്ങൾ കൂട്ടണം. ഞാൻ നിർമ്മിതകരം പറഞ്ഞതല്ല. അതിന് അവസാനം തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്ന എന്നെ വിളിച്ചു. നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ അറിയാമെന്നാണ് വിചാരിച്ചത്. കറക്റ്റ് അറിയാമെന്നാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചു, മാസ്റ്റർ ഇവിടെ. ഞാൻ പറഞ്ഞു ഞാനൊരു മീറ്റിംഗിന് പോവാം. ഞാൻ അച്ഛനെ ഇവിടെ, ഞാൻ നിങ്ങളുടെ ഞാൻ എന്ന് വാങ്ങുന്നു, ഞാൻ ഇന്നും വാങ്ങുന്നു. എവിടെ വീട്ടിലാണോ? ഇല്ല, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ്. ഞാൻ ഇതെവിടെ പോകുന്നു? എന്നും പോകുന്നില്ല. പിന്നെ അവിടെ കിട്ടിയിരിക്കുന്നത് എനിക്ക് വീട്ടിൽ വരാൻ
ഞാൻ ലോകം നടത്തുന്നത് പറഞ്ഞ അഞ്ചര താമസിക്കും. വിഷയമൊന്നും പറഞ്ഞില്ല. നമ്മുടെ പറയാറുണ്ട് പിന്നെ ചെന്നു ഒരു മധ്യസ്ഥനായിട്ട് ഇടപെട്ടു. പാസ്പോർട്ടും പറഞ്ഞു, അച്ഛനും പറഞ്ഞു, സമാധാന അന്തരീക്ഷത്തിലാക്കി. പിന്നെ അങ്ങനെയുള്ളവരും ഉണ്ട്, നല്ല മനുഷ്യരും ഉണ്ട്. ദൈവത്തിന് മാറുക. എല്ലാവരും ഒന്നും മോശമല്ല, എല്ലാവരും മോശമല്ല. എന്താ പറഞ്ഞ ഞാൻ ഇവിടെ തന്നെ ഉള്ളത്? അല്ല, വേറെ ഒത്തിരി പേരുണ്ട്. നീ ഇവിടെ ഉള്ള കുറെ പേരോട് ചാടാതെ നല്ല അഹങ്കാരത്തിൽ അത് 2 വർഷമാണ്. ഹൃദയം കർത്താവ് തുറന്നപ്പോൾ ലുദിയ പറഞ്ഞു, ഞാൻ വിശ്വസ്തയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട് തുറക്കണം. ഞാന് ക്ലിയറായിട്ടൊന്നും പറയുന്നില്ല, എന്നാൽ ബുദ്ധിയുള്ളവരൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. കൊട്ടാരക്കര, റാന്നി, കോന്നി, വിശേഷിച്ച് പുനലൂര്, ഈ ഏരിയ, കിടമ്പല്, പുനലൂര്, ഉറുകുന്ന്, ഇങ്ങോട്ട് പിന്നെ കുമ്പനാട് സൈഡ് മൊത്തം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന്റെ മിക്ക ഭാഗങ്ങളും കുമ്പനാട്, താമൂലാട്, കുമ്പനാട്, നെല്ലാട്, നന്നൂര്, വള്ളംകുളം, ഓതറ, കിഴക്കനോതറ, പടിഞ്ഞാറ്റോതറ, പിന്നെ കരിമുക്ക്, ആറാട്ടുകടവ്, പിന്നെ പടമാലക്കര, പിന്നെ പുത്തങ്കാവ്, പുത്തൻതെരുവ്, ചെങ്ങന്നൂര്, കൊല്ലകടവ്, അങ്ങനെ ഭാഗം മൊത്തം എല്ലാം പറയുമ്പോ നേരമില്ല. പിന്നെ തൃശ്ശൂര്, അങ്കമാലി, തൃശ്ശൂര്, നെല്ലിക്കുന്ന് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ആൾക്കാർ കൂടുതലുള്ള സ്ഥലം. ഈ രീതിയിലാ പോകുന്നെങ്കിൽ അവിടെ ഇനി അന്യാരാധന വെളിപ്പെടും. ഇപ്പൊ വെളിപ്പെടാൻ തുടങ്ങി. എല്ലാവരും ഇപ്പം ഓപ്പണായിട്ട് പറയാൻ ഒക്കത്തില്ല, തുടങ്ങി. ഇതുവരെ ഉയരാത്ത പലതും ഉയരും അവിടെ. ഇതുവരെ കേൾക്കാത്ത പലതും അവിടെ കേൾക്കും, കേൾക്കേണ്ടി വരും. മനസ്സിലായി കാണും. കാരണം നമ്മുടെ ആൾക്കാർ കിട്ടുന്ന പൈസക്ക് കൊടുത്തേക്ക് എല്ലാവരും പോവില്ലേ? അവിടെ പോകുന്ന കാര്യമല്ല. 10 രൂപ ആരാ കൂടുതൽ കൊടുക്കുന്നത് വെച്ചാൽ വേറെ ഒന്നും നോക്കുകയല്ല. അവര് വേറെ കാര്യം പറഞ്ഞാൽ മേടിക്കുന്നേ, പക്ഷെ അല്പം കഴിയട്ടെ. മനസ്സിലായി കാണും. ഒരല്പം കഴിയട്ടെ. ഇപ്പൊ തന്നെ ലക്ഷങ്ങൾ കണ്ടോണ്ടിരിക്കുക. സ്തോത്രം. പക്ഷെ ഞാന് അങ്ങനെയുള്ള ദൈവമക്കളോട് പറയാം, വെറുതെ കൊടുക്കണ്ട. ചിലർക്ക് നെഞ്ചുവേദന വരും, വെറുതെ കൊടുക്കുന്നവരുണ്ട്. ഇവിടെ ആയതുകൊണ്ട് ആ കാര്യം കൂടെ പറയാം. നമ്മുടെ റിയാ ട്രാവൽസിന്റെ തമ്മിച്ചാനും കൂടെ എത്രയും 32 കിലോ ഇല്ലേ? 26 ആയിക്കോട്ടെ, കൊടുത്തല്ലോ, നല്ല കാര്യമാണ്. അങ്ങനെയുള്ള വലിയ മക്കളുണ്ട്. എന്നാൽ മറ്റുള്ളവരോട് കൂടെ പറയുക, വെറുതെ കൊടുക്കണ്ട. 2 ഏക്കറും 5 ഏക്കറും 10 ഏക്കറും ഒക്കെ ഉള്ള പെന്തിക്കോസുകാരുണ്ട്. കുമ്പനാട് സൈഡും പുനലൂരും ഒക്കെ ഉണ്ടല്ലോ. വെറുതെ കൊടുക്കണ്ട. 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ദൈവമക്കളുണ്ട്. അവർക്ക് വളരെ കുറച്ചൊന്ന് കൊടുക്കുക. വലിയ പറയാം, നിങ്ങൾ വെറുതെ കൊടുക്കണ്ട. ചിലപ്പോൾ മക്കൾ സമ്മതിക്കുകയല്ല. കുറച്ചു കൊടുക്കുക. 10 ദൈവമക്കൾ അവിടെ വന്ന് താമസിക്കട്ടെ. അവിടെ സ്തോത്രം ആരാധനയുണ്ട്. വേറെ ഒന്നും ഉയരുകയല്ല. വേറെ ഒന്നും ഉയരാൻ നീ അനുവദിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വെളിപ്പാട് പുസ്തകത്തിൽ ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സാമ്യം കഴിക്കട്ടെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. അത് മനസ്സിലായി. എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. വളരെ പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ, സൂക്ഷ്മബുദ്ധിയോടെ, പൂർണ്ണബുദ്ധിയോടെ ചെയ്യേ. എത്രയോ വീടുകളാ കൂട്ടിയിട്ടിരിക്കുന്നത്. കുമ്പനാട് വീടാണെന്നറിയാമോ? എല്ലാരും പ്രശ്നക്കാരല്ല. പരമാർത്ഥികളും വിശ്വസ്തരും മര്യാദയിൽ ജീവിക്കുന്ന ദൈവങ്ങളുണ്ട്. അവരെ ഒന്ന് പ്രാർത്ഥിക്കേ. എല്ലാ മുറിയും തുറക്കട്ടെ. ഇപ്പൊ നിയമങ്ങളൊക്കെ ഉള്ളത് എഴുതി വെക്കാമല്ലോ. നിയമങ്ങളുണ്ട്, ഉണ്ട്, നിയമമുണ്ട്. ഒന്നുമില്ലെങ്കിൽ അതിനകത്ത് സ്തോത്രം ചെയ്താൽ നിനക്ക് ഇതിന്റെ സന്തതിക്ക് അനുഗ്രഹമാണ്. വീട് തുറക്കുക, സുവിശേഷത്തിന് വേണ്ടി വീട് തുറക്കുക. എനിക്ക് നമ്മുടെ ഈ പെന്തക്കോസ്തുകാരുടെ ചില പ്രവണത
ഞങ്ങൾക്ക് പറയാൻ ആ 5 ഏക്കറോ 50 ഏക്കറോ ഉള്ളവന് ഇരുന്ന് പ്രാർത്ഥിക്കുക, സഭാകോളിന് സ്ഥലം തരാൻ. 5 ഏക്കറോ 50 ഏക്കറോ ഉള്ളവന് വന്നിരുന്ന് അമേരിക്കയിൽ ജോലിക്കുട്ടിയോട് ഇടപെടണമേ, ക്രൂശിലുള്ള കറിയാനോട് കർത്താവ് എന്തിനാണ് ആ കൂട്ടം വരെ പോകുന്ന പൊതുവിലുള്ള നിന്നോട് ഇടപെട്ടാ പോലെ. 5 ഏക്കറും 10 ഏക്കറും 15 ഏക്കറും 20 ഒക്കെ 10 ഉള്ളവന് ഇരുന്ന് പ്രാർത്ഥിക്കുക, സഭാകോളിൽ ഞങ്ങൾക്ക് ഒരു 10 സെന്റ് സ്ഥലം വേണം. സ്തോത്രം. എന്തോ ഒരു വിരോധാഭാസമാണ്. ദൈവത്തിന് മഹത്വം. കർത്താവിന് കൊടുക്കുന്നതിൽ ഏറ്റവും നല്ലത് കൊടുക്കുക, ഏറ്റവും ശ്രേഷ്ഠം നൽകിയത് കൊടുക്കുക, ഏറ്റവും മെച്ചപ്പെട്ടത് കൊടുക്കുക. ആ കാര്യത്തിന് ഞാൻ അഭിനന്ദിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. എന്നാൽ ഞാനെന്ന് പറയുക, പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവും ഓർമ്മയുടെ വെളിച്ചത്തിൽ പറയുക. ആ കാര്യത്തിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇടപെട്ടത് ഷാരോ തോമാച്ചായ. അച്ചായന്റെ സമയത്ത് പുള്ളി ഒരു തീരുമാനം പറഞ്ഞു, ഷാരോന് സഭാമോള് പണിക്കുന്നെങ്കിൽ സ്ഥലം പഠിക്കുന്നെങ്കിൽ റോഡ് സൈഡിൽ മേടിക്കണം. റോഡ് സൈഡിൽ മേടിക്കാത്തത് ഇവിടെ അംഗീകാരം തന്നെയല്ല. നിങ്ങള് പഴയ ഷാരോൺ ഹോളൊക്കെ നോക്കി എല്ലാം റോഡ് സൈഡാണ്. ഒരു 10 എടുത്ത് അതിൽ 8 റോഡ് സൈഡല്ലേ. മറ്റു സ്ഥലങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാം പൊത്തിനകത്തൂടെ പോകണം. അങ്ങോട്ട് നടക്കുമ്പം അവന്റെ കമ്മുകളും ഈ പ്രായത്തിൽ തല്ലി പഠിക്കാൻ എല്ലാവരും കംഫർട്ടബിളല്ല, മുക്കിലിട്ട് നല്ല കാണുന്നതാണ്. ദൈവത്തിന് മഹത്വം. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം, അസ്വസ്ഥത. ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കും. പലരും വീട് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആരാധിക്കുന്ന ഹാളോ ഇതുപോലെ മനോഹരമായി. പിന്നെ നമ്മൾ നമ്മുടെ സ്ഥിരമായ മാർഗം അങ്ങനെ എല്ലാം അങ്ങനെയല്ല. ആരാധിക്കുന്ന ഇടമാണ് ഏറ്റവും മെച്ചപ്പെടുത്തുന്നത്. ദൈവങ്ങളെ ഒന്നിച്ചു കൂടി ആരാധിക്കുന്ന സ്ഥലമാണ് ഏറ്റവും മെച്ചം. നോക്കില്ലാർക്കും മന്ദിരം, നോക്കില്ലാർക്കും മന്ദിരം, നോക്കില്ലാർക്കും മന്ദിരം. അവള് വീട് തുറന്നു. ദൈവനാമത്തിന് വേണ്ടി നിന്റെ വീട് ഒരു വീട് തുറന്നാൽ 9 വീട് തരുന്നു. നീ ഒരു മുറി തുറന്നാൽ നിനക്ക് വേണ്ടി 9 മുറി ദൈവം തുറന്നു. നീ ആത്മാർത്ഥമായി
സന്തോഷത്തോടെ 10 ദൈവമക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ആമൻ സ്വന്തം നിന്റെ അടുക്കളയ്ക്ക് ആമൻ പഞ്ഞം വരാൻ ദൈവമാണ് ഇല്ലില്ല. നീ ദൈവനാമത്തിൽ 10 രൂപ ചെലവാക്കിയാൽ ആമൻ സ്വന്തം ദൈവം കടക്കാനല്ല, ദൈവത്തിന്റെ മതം വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. നല്ല മനസ്സോടൊക്കെ കൊടുക്കുന്നവരെ ദൈവം ആദരിച്ചിട്ടുണ്ട്. ഇനി ആദരിക്കും. പിടിച്ചു വരയ്ക്കരുത്, നിർബന്ധിക്കുകയും ചെയ്യരുത്, സമ്മർദ്ദമൊന്നും ചെലുത്തരുത്. നിങ്ങൾ കയ്യിരിക്കുന്ന ഏറ്റവും മുഴുത്ത നോട്ടെടുത്ത് മനസ്സിലെത്തുക. ഈ കൊള്ളക്കാരുടെ കൊള്ളക്കാരൻ തോന്നുന്നുണ്ട് വീട് തരും അമ്മത്തോ ഇല്ല. ഇപ്പൊ നെഞ്ചിൽ നിറയെ വിളിക്കും. നമ്മൾ വീട്ടിൽ കൊണ്ട് തിരിയുണ്ടോ? ഇടയിൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടതല്ല, സന്തോഷത്തോടെ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ സന്തോഷത്തോടെ ചെയ്തവരെല്ലാം ദൈവം. ഞാൻ പിന്നെ പറയും, ഈ കൊടുത്ത് നന്മ പ്രാപിച്ചതോട് പറയുമൊന്നും വേണ്ട. ഞാന് അങ്ങനെയുള്ള വിഷയമൊക്കെ പ്രസംഗിക്കാന് എനിക്ക് നല്ല പ്രാഗൽഭ്യമാണ്. കാര്യം പറയാം. ഞങ്ങളുടെ അവിടെ കൂട്ടത്തിന്റെ കൂട്ടായ്മയുണ്ട് തിരുവല്ലായിരുന്നു. കാര്യമുണ്ടോന്ന് അറിയത്തില്ല. കൂട്ടായ്മയുണ്ട്. എല്ലാ ഞായറാഴ്ചയും അവിടെ വരുന്ന ദൈവമക്കൾക്ക് ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് ഇതുവരെ നാളത്തെ അറിയത്തില്ല, ദൈവകരങ്ങളില്ല, ഞായറാഴ്ച പോകുന്ന വിശന്ന് പോകാൻ അനുവദിക്കുകയില്ല. സെക്രട്ടറി നോക്കാൻ മോൻ ചെയ്യാൻ സീരിയസ്. അപ്പം അവിടെ വന്നിട്ടുണ്ടോ എന്നറിയാം. കഴിഞ്ഞ ആഴ്ച വരെ നാളത്തെ അറിയത്തില്ല, കർത്താവിന്റെ കാര്യത്തിലാണ്. അപ്പം ചിലരെ സ്പോൺസർ ചെയ്യും. പക്ഷേ ഈ ആഴ്ച ഞങ്ങളുടെ അപ്പൊ അവരോട് ചോദിക്കുക എങ്ങനെ അതിൻ്റെ ഉദ്ദേശിക്കാൻ. അല്ലാത്ത ദിവസമല്ല ഞാൻ താമസിക്കുന്ന നമ്മുടെ വീട്ടിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഞാനും കൂടെ കൂടിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പഴയുടെ മോഹന നമ്പൂതിരിയൊന്നും വേണ്ട, പുതിയതാണ്. കഞ്ഞി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ അത് എനിക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിക്കരുത്, നല്ല സെൻസ് കേൾക്കണം. ഈ ചന്തയിൽ മീൻ മേടിക്കാൻ പോകുമ്പോൾ ഞാൻ മീൻ വെട്ടുകാണ്ട് പറയും നല്ല മുഴുത്ത പീസ്. അവൻ എന്നെ കാണുമ്പോൾ കാണില്ല. മോൻസി കഴിച്ചതല്ലേ മോൻസി പറ മോൻസി മാറ്റാൻ. ഞാൻ കൊടുക്കേണ്ട സമയം വെളിയിൽ കൊടുക്കുകയും മറ്റുള്ളവർ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കൈകടക്കാൻ കളിപ്പിക്കരുതെന്നായി മനസ്സിലായിട്ടാണ്. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലെ ദൈവമക്കൾക്ക് അറിയാം, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ഏതാണ്ട് കഴിക്കുമ്പോൾ അവർ പറയും ഇതാണ് അവിടെ. അപ്പൊ ഒരാൾ പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മീൻ ഭക്ഷണം കണ്ടാൽ എനിക്ക് പിടിയില്ല. സന്ദർഭം വന്നുകൊണ്ടെന്ന് പറഞ്ഞ് ഞാൻ തെറ്റിദ്ധരിക്കരുത്, നല്ല സെൻസ് എടുക്കണം. കൊടുക്കുന്നെങ്കിൽ വൃത്തിയായി ഇത് കൊടുക്കുന്ന പേരും അവന് ഓണം വന്നോ. പണ്ടൊരു വീട്ടുകാരെ പറ്റി പറഞ്ഞു, അവരെ എല്ലാവർക്കും കൊടുക്കുന്നവരാണ്. പക്ഷെ അവരെ പറ്റി പറഞ്ഞില്ല, അവര് കപ്പ കൊടുക്കും, പക്ഷെ കപ്പത്തണ്ട് കൊടുക്കുകയായിരുന്നു. മനസ്സിലായ ഒരു കപ്പ എന്തുണ്ടായിട്ടും വേണ്ടത് ഇഷ്ടംപോലെ ഒരു കപ്പ കൊടുക്കുന്നവരാ. പേര് കേട്ട് കപ്പ കൊടുക്കുന്ന പക്ഷമാണ്. പേര് പക്ഷം വേണ്ട, ഇന്നത്തെ കപ്പ കൊടുക്കും, പിന്നെ ഒറ്റമേക്കാം ഒന്ന് മൂന്ന് ഒറ്റമണി ആർക്കായാലും 2 കപ്പത്തണ്ട് കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? അതിന്
കപ്പ തണ്ട് 2 തണ്ടാണെങ്കിൽ അവനൊരു 10-12 മൂട് കപ്പ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ എടുത്ത് കഴിയുമ്പോൾ പിന്നെ അതിൽ നായി പിന്നെ അവനോട് കൊച്ചമ്മയുടെ കപ്പ കൊച്ചമ്മേന് അതൊരു കൊച്ചമ്മമാര് മനസ്സിലായില്ലാണോ? നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? അത് പിന്നെ പൊട്ടമാണത്തെ ഇരിക്കുമ്പോഴേ സ്തോത്രം. നമ്മൾ ഏത് മനസ്സോടാ ചെയ്യുന്നത്? എന്ത് ഉദ്ദേശത്തോടാ ചെയ്യുന്നത്? ഉദ്ദേശശുദ്ധി എന്താണ് ദൈവം നോക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറയും ഇയാൾക്ക് അങ്ങനെ മുഴുത്ത ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടംപോലെ കാശ് അങ്ങനെ മുഴുത്ത ഭക്ഷണം ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം പരിഹരിക്കുന്നത്. ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം വഴി സ്തോത്രം. ഉപദേശ വിഷയമാണെങ്കിൽ പണം ഞാനിനോട് കടമെടുക്കുക. ഇതല്ല, ഈ ഉദ്ദേശത്തിലല്ല ആ വാക്യം വന്നിരിക്കുന്നത്. പക്ഷെ ഒന്ന് കടമെടുക്കുക. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ അപ്പൊ കാക്ഷിക്കുന്നവനെ അതിലാക്കുന്നത്. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം വഴി കൊടുക്കും. നിനക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം വഴി കൊടുക്കും. നിനക്ക് അഭിഷേകം പ്രാപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം സാഹചര്യപ്പെടുത്തുന്നു. നിനക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ആവശ്യമുണ്ടെങ്കിൽ ദൈവം വഴി ഒരുക്കുന്നത്. നിനക്ക് കർത്താവിനെ സേവിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം വഴി ഒരുക്കുന്നത്. നമ്മുടെ ദൈവം വഴി ഒരുക്കുന്നത് ദൈവമാണ്. നല്ല ആഗ്രഹത്തെ ദൈവം നിവർത്തീകരിക്കുന്ന ദൈവമാണ്. നല്ല ആഗ്രഹങ്ങളെ ദൈവം നടപ്പിലാക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ മഹിമ കൊടുക്കുന്നത്. മുമ്പോട്ട് പോകാം. വീടെന്നോ ആരംഭകാലത്തൊക്കെ അങ്ങനെ വീട് തുറന്നവരാരും ദൈവം മറന്നില്ല. അവരുടെ സന്തതികളെ ദൈവം മറന്നില്ല. അത് മറന്നു കളയുവാൻ ദൈവം അനുഗതിയുള്ള ദൈവമല്ല. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നിന്നെയും നിന്റെ സന്തതിയെയും ആദരിക്കുന്ന ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. പുതിയ വീടെന്ന് പറഞ്ഞു. ആ വീട്ടിൽ ഭാഗത്ത് ദൈവദാസന്മാർ വേല ചെയ്യുക. ആ വീട്ടിൽ ഭാഗത്ത് വേല ചെയ്യുക. അപ്പൊ ആ വീട്ടുകാരത് ത്യാഗമൊക്കെ സഹിച്ച് കാണും. ഞാൻ ഒരു സംഭവമാണ്. ഞാൻ കൃത്യം സ്ഥലം കണ്ണമാരിയാണെന്ന് തോന്നുന്നു. നമ്മുടെ വീരദേശ വർഷങ്ങൾ പോകുമ്പോൾ ഒരു ശുശ്രൂഷകൻ എന്നെ അവിടുത്തെ ദൈവദാസം വിളിച്ചു. ഞാൻ ഓർമ്മ ശരിയെങ്കിൽ 11 മണി കഴിഞ്ഞാണ് ചെല്ലുന്നത്. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. നല്ലൊരു വീട് 3 മുറി, ഹാളും അങ്ങനെ ഹാളും തോന്നും. എല്ലാ മുറിയിലൊന്നും നല്ല വീട്, ടൈപ്സ് ഒക്കെ. അന്നത്തെ കാലത്ത് നല്ല വീട്. കുറച്ച് ദൈവമക്കളുമുണ്ട്. അപ്പം ആ വീടിനോട് ചേർന്ന് ആ മിറ്റത്ത് തന്നെ ഒരു ചെറിയ ഒരു ഷെഡുണ്ട്. ഷെഡ് ഓലയാണോ അല്ലാതെ ഷീറ്റാണോ? അതോ ഷീറ്റാണോ? അവിടെ വന്നിട്ടുണ്ടോ? നമ്മുടെ സ്ഥലം അവിടെ. അതാ അത് തന്നെ. അതിനോട് ചേർന്ന് മോളിൽ ഇത് പക്ഷെ മിക്കതും മോളിൽ. ആയിക്കോട്ടെ മോളിക്കോട്ട് നോക്കെ അവിടെ അങ്ങ് ഓടിക്കോട്ടെ. കണ്ണമാൻ ഒരാളോടുണ്ടല്ലോ. ഇല്ല, രാജാവോട് പറഞ്ഞ് കൊച്ചിന് പോയി അത് വെച്ച് പറഞ്ഞ ഇവിടെ മോനാണ്. അത് നന്നായി. അപ്പൊ ഞാന് ചേർന്നൊരു ചെറിയ കൂടി ഷെഡ് യോഗമെല്ലാം കഴിഞ്ഞ് ഭക്ഷണത്തിലിരിക്കുന്നു. ഇപ്പോഴും ഓർക്കുന്നു, വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ച് സർക്കാർ ചെയ്യുക. അപ്പം കഴിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ദേവദാസനെ ഇത് ഇവിടാണോ ആരാണ്? ഇവിടാണോ ആരാണ്? ഞാൻ വളരെ പതുക്കെ ചോദിച്ചു. ഇതിനോട് ചേർന്ന് ഈ നല്ല വീടിനോട് ചേർന്ന് ഒരു ഷെഡ്, അതാരാണ്? പുള്ളി അപ്പൊ എന്നെ നോക്കി ചിരിച്ചു. ഞാൻ മറക്കത്തില്ല. ഇത് പറയാൻ പോലും ഞാനും പലരും യോഗ്യരല്ല.
അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ദൈവദാസനെ, ഞാൻ ഇവിടെ താമസത്തിന് വന്നപ്പോൾ എനിക്ക് വീടൊന്നും കിട്ടുന്നില്ല, ആരാധനയ്ക്ക് അതിന് സൗകര്യമില്ല. ഞാനിപ്പോൾ താമസിക്കുന്ന ഈ വീട് അദ്ദേഹത്തിന്റെ വീടാണ്. ആ വീട് പണിത് പൂർത്തീകരിച്ച് എല്ലാം ക്ലീൻ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. എനിക്ക് വീട് കിട്ടുന്നുമില്ല, ആരാധനയ്ക്ക് എല്ലാവരും കൂടാൻ സൗകര്യമില്ല. അപ്പോൾ ആ സഹോദരിയുടെ തീരുമാനമെടുത്തു, പാസ്റ്റർക്ക് കുടുംബത്തിന് താമസിക്കാനും ആരാധനയ്ക്ക് കൊടുക്കാം, നമ്മൾക്കിപ്പോൾ ഒരു ഷെഡ് വെച്ച് താമസിക്കാം. രണ്ടോ മൂന്നോ പിള്ളേരാണ്. ആ കുടുംബം ഇതിനോട് ചേർന്ന് ഒരു ഷെഡ് വെച്ച് താമസിക്കുന്നു. അവരുടെ സ്വന്തം വീട് ദൈവദാസനും കുടുംബത്തിന് വിശേഷിച്ച് ആരാധനയ്ക്ക് തുറന്നു. ഒന്നാം പ്രതി ഞാനാ, നമ്മളാരെങ്കിലും ചെയ്യുമോ? എന്നെ നോക്കാത്തത് വേണം പോലെ ഭയങ്കര ഉണർവുണ്ടായിരുന്നു. ജാതകം കണ്ടു, പലരും ജാതകം കൈയൊക്കെ വീഴ്ച അടിച്ചു, മൂറി കാണുമ്പോൾ ഞാൻ കേട്ടോ വിക്ടറി എന്നൊക്കെ പറഞ്ഞ് ഇളകുന്നുണ്ട്. ഇതിനൊന്ന് മറുപടി പറഞ്ഞേക്കെ, ഇളകാൻ ഞാൻ സമയം തരാം, 2 മണി വരെ ഉണ്ട്, ഇളകാനൊക്കെ സമയം തരാം. അങ്ങനെയുള്ള ദൈവമക്കളുണ്ട്. അവരെയൊക്കെ ദൈവം ആദരിക്കും ബഹുമാനത്തില്ല, പിന്നെ ആരെ ആദരിക്കാൻ ബഹുമാനിക്കാനില്ല. നമ്മളെന്നാലും സഭയെ കൊണ്ടിട്ട് 10 രൂപ കൊടുത്തിട്ട് നമ്മുടെ കീർവാണ വഴി പിന്നെ നമ്മളായത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. 50 രൂപ കൊടുത്താൽ പിന്നെ നമ്മൾ വാദക്ക നിൽക്കുക, അവരെ ആൾക്കാരെ കീഴേക്ക് വിടുകയും നിയന്ത്രിക്കും. എനിക്കിതെല്ലാം കാണുമ്പോൾ ഊറിയ ചിരി വയ്ക്കും. ഉറക്ക ചിരിക്കല്ല, അവർ ഉറക്ക ചിരിക്കത്തില്ല, ഊറിയ ചിരി. അങ്ങനെയുള്ള 100 കണക്കിന് ദൈവങ്ങളുണ്ട്. എന്റെ അനുഭവത്തിൽപ്പെട്ട ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ദൈവനാമത്തിന് വേണ്ടി നിലനിന്നവരും നിൽക്കുന്നവരും ചെയ്യുന്നവരും ചെലവാക്കുന്നവരും അവർ നമ്മൾ അറിയാത്ത 100 കണക്കിന് ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുണ്ട്. എപ്പോഴായിരക്കണക്കാരൻ പറയാ, അവരെ മറന്നുകളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. നിന്നെ ആദരിക്കുന്ന, ഉയർത്തുന്ന, മാനിക്കുന്ന ദൈവമുണ്ടെന്ന് ദൈവമുണ്ട്. ദൈവത്തിന്റെ മഹത്വം പാടില്ലാരും പാടില്ലാത്ത പാട്ട് നമ്മൾ പാടൂ, പാടില്ലാരും പാടില്ലാത്ത പാട്ട് നമ്മൾ പാടും, പാടില്ലാരും ചൂടില്ലാത്ത വാടാമൂടി ചൂടു, പാടില്ലാരും ചൂടില്ലാത്ത വാടാമൂടി ചൂടും. ഇവന്റെ നാദന യാഗം സഹിച്ചത പാടോടു ഇവന്റെ നാദന സഹിച്ചത ഏകമാനോടു സിയോടെ വാഴുന്നു. ഭക്തനുണരുന്നേ വന്നുവിളിക്കും കൊന്നു രസി ഓർക്കും പോകും. ഭക്തനുണരുന്നേ വന്നുവിളിക്കും കൊന്നു രസി ഓർക്കും പോകും. ഈ കഴിയുന്നത് പക്ഷേ ആരും അറിയത്തില്ല. ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും വരുന്നില്ല. ആരും നിന്നെ അഭിനന്ദിച്ചൊന്നും വരില്ല. പക്ഷെ അതിനൊരു ധൈര്യമുണ്ട്. കർത്താവിന്റെ വരവ് താമസിച്ച നിന്നെയും നിന്റെ സന്തതിയെയും ഉയർത്തുന്ന ഒരു ധൈര്യമുണ്ട്. നിന്നെയും നിന്റെ സന്തതിയെയും മാനിക്കുന്ന ഒരു ധൈര്യമുണ്ട്. ഒരു ഗോത്രം തെറ്റാനവളെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. നിന്റെ ഗമനത്തെയും ആത്മനത്തെയും പരിപാലിക്കും. ഉയർത്തുന്ന മാനിക്കുന്ന ഒരു ധൈര്യമുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുക. അനുഭവിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തിന്റെ മഹിത്വം കൊടുക്കുക. കർത്താവിന്റെ മഹിത്വം, ദൈവത്തിന്റെ മഹിത്വം, ദൈവത്തിന്റെ മഹിത്വം, ദൈവത്തിന്റെ മഹിത്വം, ദൈവത്തിന്റെ മഹിത്വം. ദൈവത്തെ
അതെ പോകാം. അങ്ങനെ ലുധിയാനയുടെ ഇടത്തിൽ തോന്നുന്നു ലുധിയാൻ വീട് അവിടെ മാറുന്നത് ശുശ്രൂഷ. ഒരിക്കലും നടന്നു വരുമ്പോൾ ഒരു സഹോദരി മൂന്ന് പറഞ്ഞു കറക്റ്റ് മൂന്നാ എന്താ പറഞ്ഞു അത്യുന്നതനായ ദൈവത്തിന്റെ കറക്റ്റ് മൂന്നാ രക്ഷാമാർഗം അത് കറക്റ്റാ. മൂന്ന് കറക്റ്റാ. പക്ഷെ ആത്മാവ് വേറെ. നമ്മുടെ ഈ ആത്മാവല്ല നമ്മുടെ വിഷയം. മൂന്ന് അങ്ങനെ ഉണ്ടല്ലോ. ആത്മാവ് ഏതാണെന്നുള്ളത് നമുക്ക് വിഷയമല്ല. പക്ഷെ എന്തുവാ ഉമ്മ വെള്ളത്തിട്ട് വെട്ടിയില്ല. ഇടയ്ക്കിടയ്ക്ക് വെട്ടുവാ കന്നാലി കണക്കിലായി പറഞ്ഞ രക്ഷാമാർഗം അറിയിക്കുന്നവർ അത്യുന്നതനായ അയ്യോ മൂന്നൊക്കെ കറക്റ്റാ. പക്ഷെ ആത്മാവ് വേണമെന്ന് മനസ്സിലാക്കണേ. ആത്മാവ് എങ്ങനെയാണ് ശരിയായിട്ടാണുള്ള ആത്മാവ് എങ്ങനെയാണ് അഭിനയിക്കുന്നത്? ശരിയായുള്ള ആത്മാവാണ് പിടിക്കുന്നത്. ആത്മാവിന്റെ ഫലം ഉണ്ടോന്ന് തോന്നുന്നു. ആത്മാവിന്റെ ഫലം 9 കൂട്ടം കാര്യമാണ് ഗലാത്യർ പൗലോസ് പറഞ്ഞത്. കാണാൻ പറയുന്നത് നോക്കൊന്നും വേണ്ട. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, നീതിയൊക്കെ. മൂന്ന് കറക്റ്റാ. പക്ഷെ ആത്മാവിന്റെ ഫലമില്ല. ആത്മാവിന്റെ ഒന്നാമത്തെ ഫലം സ്നേഹം. അടുത്തിരിക്കുന്നവരോട് മിണ്ടില്ല. കറക്റ്റ് നൂറാ. പണ്ട് മല്ലപ്പള്ളി പീലിക്കുട്ടി ചോദിച്ചു ദൈവാത്മാവിനും ഉണ്ടോ അളിയൻ? ദൈവാത്മാവിനും ഉണ്ടോ അളിയൻ? അതിന് കാരണം പറയാം. അളിയൻ പ്രവാചകനാണ്. ഇവിടുത്തെ അളിയൻ സഭയുടെ ശുശ്രൂഷകനാണ്. അപ്പൊ പ്രവാചകൻ അളിയനെ സഭയെ വിളിക്കാൻ സഭക്കാർ പറഞ്ഞു. ഇവർ തന്നെ ഉടക്കാം. അളിയന് പറഞ്ഞത് ഉടക്കാം. വേറെ വിഷയമാണ്. അപ്പൊ ഈ സഭയുടെ ശുശ്രൂഷയുള്ള ചാർജുള്ള പുള്ളിക്ക് പ്രവാചകൻ അളിയനെ വിളിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ സഭക്കാര് ഏകലിംഗമായി വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാതിരിക്കാൻ ഒക്കത്തുമില്ല. ഏതായാലും വിളിച്ചു. രണ്ടുപേരും വന്ന് സ്റ്റേജിൽ ഇരിക്കുക. മിണ്ടുന്നില്ല. ഇതെല്ലാവർക്കും അറിയത്തുമില്ല. അവസാനം സഭയുടെ ശുശ്രൂഷകൻ അളിയൻ എഴുന്നേറ്റ് പറഞ്ഞു, ആ അനുഗ്രഹിക്കപ്പെട്ട ആരാണെന്ന് നൽകി പ്രാർത്ഥന അന്തരീക്ഷം ഉണ്ടാകും. നമ്മൾ ക്ഷണിച്ചതുപോലെ കർത്താവിന്റെ ദാസൻ വന്നിട്ടുണ്ട്. തുടർന്നുള്ള സമയം അദ്ദേഹം ശുശ്രൂഷിക്കും. ഇതിന് ആരും പിടികിട്ടുന്നില്ല. എഴുന്നേറ്റ് ഉള്ളിൽ പറഞ്ഞു, എന്നെ ഈ സഭയിലേക്ക് ക്ഷണിച്ച ഇവിടുത്തെ ശുശ്രൂഷകനും ദൈവമക്കൾക്കും വന്ദനം, നന്ദി. നമുക്കൊരു വാക്യം വായിക്കാം. ഉള്ളിൽ ശുശ്രൂഷ തുടങ്ങി. ശുശ്രൂഷ ഭയങ്കര വേഗമായിരുന്നു. നല്ല നമ്മുടെ പെന്തിക്കോസ്ത് ഭാഷ പറഞ്ഞ അതിന്റെ അന്തരീക്ഷം കത്തുകാരില്ല. ഉള്ളി ആ പ്രസംഗം കഴിഞ്ഞ പോലെ അറ്റം മുതൽ കൊണ്ട് 3 പറയാൻ പറഞ്ഞു. പഴയ ശൈലിയാണ്. ഇങ്ങനെ 3 പറഞ്ഞു. മുഴുവൻ ആൾക്കാരോട് 3 പറഞ്ഞു. കറക്റ്റാ. ഈ മറ്റേ സ്ഥലം ശുശ്രൂഷകളോട് 3 പറഞ്ഞില്ല. കുട്ടി ഇരുന്നു. ഇത് പറഞ്ഞാൽ ഈ ശുശ്രൂഷ എടുത്തിട്ട് പറഞ്ഞു, ദൈവാത്മാവ് ഇത്രവരെ ശക്തമായിട്ട് ഇടപെട്ടു. വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വളരെ ശക്തമായിട്ട് എല്ലാവരോടും ദൈവാത്മാവ് ഇടപെട്ടു. തന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു. പക്ഷെ എനിക്കൊരു ഡൗട്ട്, ദൈവാത്മാവിനുമുണ്ടോ അളിയൻ? ഞങ്ങൾ അളിയന്മാരെ തമ്മിൽ ഓടക്കുള്ള ആത്മാവ് അളിയന്മാരുടെ മനസ്സിലായി. ഡൗട്ട് ദൈവാത്മാവിനുമുണ്ടോ? എന്നോട് മാറും. അഭിയാ പണക്കം വെക്കോട്ടെ ഞാൻ പറയാം. സാറോട്ടം പറയുന്നില്ല. ഓൺലൈൻ അവർ കാണുന്നത് ആരോഗ്യം അതിനാണ്. സഭയിലെ ഒരു സഹോദരൻ വേറൊരാക്കാനുമായിട്ട് ഉടക്കണം. ഇവരൊരു ഒരു വയ്യാതെയില്ല. അപ്പൊ മറ്റേ അച്ചാരന്മാരും നല്ല മനുഷ്യനാണ്. ഇവിടുത്തെ അസ്വസ്ഥത കൊണ്ട് അവനോട് അങ്ങനെ വലിയ സാധ്യത ഇവനൊന്നും മിണ്ടണം. മറ്റേ പുള്ളി മിണ്ടുന്നില്ല. അപ്പൊ ഒരിക്കൽ ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോ ആത്മാവ് പറഞ്ഞിട്ട് ഇവൻ അവനോട് തന്നെ കൈവച്ച് പറഞ്ഞ ദൈവാത്മാവ്
പുള്ളിയുടെ പേര് ഞാനൊരു പേരിൽ കാലട്ടോ, ആ പേരല്ല. ദൈവാത്മാവ് ബാബുവിനോട് പറയുന്നു, നീ ചാക്കോ സാറുമായിട്ട് എത്രയും പെട്ടെന്ന് രമ്യതപ്പെടണം, ഇതേ ഞാൻ നിന്നെ കീറിക്കളയും. ചാക്കോ സാർ അടുത്തിരിക്കുക, പുള്ളി അല്ല നേരത്തെ പറഞ്ഞാൽ ചാക്കോ സാറ് കൈ കൊടുക്കുക, പറഞ്ഞാൽ പുള്ളി അത് പുള്ളി ദൈവാത്മാവ് ബാബുവിനോട് കൊടുക്കുന്നു, നീ ചാക്കോയുമായിട്ട് എത്രയും പെട്ടെന്ന് പണ്ടൊരാൾ പ്രാർത്ഥിച്ചു. ആ പോട്ടെ, ഞാൻ പറയുന്നില്ല, അതുപോലെ പറയാം. എല്ലാ കാര്യം വഴി വരാതിരിക്കാനാണ് അപ്പൊ ശരി. ദൂരെ കറക്റ്റാ, പക്ഷെ ആത്മാവ് കറക്റ്റാം. ഇത് പൗലോസിനായിരിക്കാം. പൗലോസ് നന്നായിട്ട് വിവേചനപരമല്ല. അമ്മാമയ്ക്ക് ഡേറ്റ് കൊടുത്തില്ല. അമ്മാമ അടുത്ത വെള്ളിയാഴ്ച ഞങ്ങളുടെ വളർന്ന് ലേഡീസ് മീറ്റിങ്ങിൽ ഒരു തകർപ്പന്ന് അങ്ങനൊന്നും പറഞ്ഞില്ല. പൗലോസ് കുറച്ച് ദിവസമായപ്പോ അമ്മാമൻ ഇങ്ങനെ മുഷിഞ്ഞൊന്ന് നോക്കി, വളരെ ഭൂതമായിരുന്നു. ഭൂതം പോയി ഇവരെ വെച്ച് കാശുണ്ടാക്കിയ യജമാനന്മാരുടെ ലാഭം അതിനെ കൂടുന്ന പ്രശ്നമാണ്. ദൈവദാസന്മാരെ പിടിച്ച് ഉപദ്രവിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇന്നത്തെ പുസ്തകം പഠിക്കുന്നവർക്ക് ആ പാഠം അറിയാം. പക്ഷെ അവർ ക്ഷീണിച്ചില്ല. അർദ്ധരാത്രിയിലും പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചു. അർദ്ധരാത്രിയിലും പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ പ്രഭാതമെന്നോ സഹായമെന്നോ ഉപവാസ പ്രാർത്ഥനയെന്നോ ഗുണവിയോഗമെന്നോ ഏത് സമയത്തും ആർക്കും ദൈവത്തെ സ്തുതിക്കാം. അവിടുത്തെ സ്തുതികൾക്കും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യത. ഇപ്പോഴത്തെ ചില പരസ്യമുണ്ട്, എനിക്ക് കൗതുകമാണ്. ഐശല്ല കൗതുകം. നോട്ട് സ്മോൾ പരസ്യമാണ്. പുതിയ നമ്മുടെ ജീവിതത്തിനാണ് സ്തോത്രം. സദാസമയവും ദൈവത്തെ ആരാധന. അതിൽ പ്രത്യേക ഇടമെന്നോ സ്ഥലമെന്നോ സമയമൊന്നുമില്ല. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രധാനമുള്ള ആരാധന. ആ കാലത്തേക്ക് നമുക്ക് പിന്നെ വരാം. ദൈവത്തിന്റെ മഹത്വം. അവരുടെ ലാഭം പോയി ദൈവദാസന്മാരെ ആരാധിച്ചു. അന്ന് രാത്രി കാരാഗ്രഹപ്രമാണി രക്ഷിക്കപ്പെട്ടു. അതിനുള്ള ബന്ധത്തിൽ ഒത്തിരി വൈദ്യുതികൾ വന്നു. ഒടുവിൽ തിരിച്ച് യാത്ര ചെയ്ത് അമ്പിപ്പോലീസിലെത്തി. ഇനി 17-ാം അധ്യായത്തിൽ 1 മുതൽ ഓടി വായിക്കുക. 17 മുതൽ എങ്ങനെ ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ അവർ അമ്പിപ്പോലീസിലും കപ്പലോലിക്കയിലും കൂടി സഞ്ചരിച്ച് എവിടെ എത്തിയതാമേ? തെസ്സലോനിക്കയിലെത്തി. അപ്പൊ കണ്ടോ, ഇങ്ങനെ തെസ്സലോനിക്ക പറഞ്ഞത്. കാരണം തെസ്സലോനിക്കയിലെ 1:9 വായിച്ചത് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം ലഭിച്ചെന്നാ. അതിങ്ങനെ ലഭിച്ചു. അത് പറയാനായിട്ട് ശ്രമിച്ചു. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം ലഭിച്ചു. അതിങ്ങനെ ലഭിച്ചത് ഈ മേഖലയിലൂടെ വന്ന ചില സ്ഥലങ്ങളിൽ പ്രവേശനം കിട്ടണമെങ്കിൽ ചില മേഖലകളൊക്കെ കാണണം. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ മനോഹരമായ ഒരു ഹാള്, നല്ല സ്റ്റേജ്, സിസ്റ്റങ്ങള്, ഇപ്പൊ അരും വന്ന് മാറുന്നു, എല്ലാം ഉണ്ട്. ഇതിന്റെ ആരംഭത്തിൽ ഏതെല്ലാം മേഖലയിൽ കൂടെ പോകുന്നത് പുള്ളിയോടും കൂടെ നിന്നവരോടും എനിക്കറിയില്ല, അത് പുള്ളിക്കറിയാം ഏതൊക്കെ മേഖലയാണ്. ഇപ്പൊ നമ്മൾ കാണുമ്പോ പുള്ളി സൈഡ് കൊടുക്കുക. അതെ, നിങ്ങൾ പറഞ്ഞതല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ എങ്ങനെ പ്രവേശനം സാധിച്ചു? അതിലെല്ലാം ഏതെല്ലാം ദൈവത്തിന് മഹത്വം. ഇവിടെ കൊടുക്കലാണ്. ഇന്നലെ നമ്മളെ താമസിക്കണം. ഏതെല്ലാം മേഖലകളിൽ കൂടി സഞ്ചരിച്ചാൽ
ഒന്നുകൂടെ ഊന്നി പറയാം. ഇനി റോഡ് സൈഡിൽ മനോഹരമായ ആലയം, പാർക്കിംഗ് സൗകര്യം എല്ലാം വളരെ നന്നായിരിക്കുന്നു. മാന്യമായിട്ട് ആരാധിക്കാൻ അതിന്റെ ഇടം, ദൈവമക്കൾ പുതുതായിട്ട് വരുന്നവർക്ക് പഴയതൊന്നും അറിയത്തില്ല. ആരംഭത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ എന്തെല്ലാം മേഖലകളിൽ കൂടി പോയി അനുഭവിച്ചു. പുള്ളി ചിലപ്പോൾ എല്ലാം പറയത്തുമില്ല, അതെല്ലാം പറയാൻ ഒക്കത്തുമില്ല, എല്ലാം പറഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ വളരെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ അവർ ഏതെല്ലാം മേഖലയിൽ കൂടെ പോയിട്ടുണ്ട്. പണ്ട് D.T. ജോസഫ് എന്ന് പറയുന്ന ബഹുമാന്യ കർത്തദാസൻ മണ്ണറിഞ്ഞു. നമ്മുടെ ജോൺ ജോസഫിന്റെ പിതാവ്, അതായത് നമ്മുടെ വിൽസൺ ജോസഫ് മാസ്റ്ററുടെ പിതാവ്, വിളവിനാല് D.T. ജോസഫ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസൻ. എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം പേരൊന്നും ഞാൻ പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല. കാരണം അവരുടെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഓൺലൈനിലോ ഇവിടെ ഉണ്ടെങ്കിൽ വെറുതെ എന്തിനാ അവർ ആലോചിക്കും. ഞങ്ങൾ വൈകിട്ട് വരാതിരുന്നാലും നമ്മളെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വൈകിട്ട് എന്ന് വേണ്ട. അപ്പോൾ ഒരു സഭയിൽ ചെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അപ്പൊ ആ സഭയിലെ ധനാഢ്യന്മാരും ഒക്കെ ഇഷ്ടംപോലുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ വിധിയപ്പച്ചൻ അന്നത്തെ കാലത്ത് ഒരു വണ്ടി, എനിക്ക് ഈ വണ്ടിയെ പറ്റി വലിയ ഇഷ്ടമല്ല, ചിലപ്പോൾ അതുകൊണ്ടാണ്. പുറത്ത് കുറെ മേഖലയുണ്ടല്ലോ. അങ്ങനല്ല, പുതുതായിട്ട് അന്ന് പാലങ്ങളിൽ കുഞ്ഞവാഴ്ച നടത്തുന്ന വണ്ടിയുണ്ടായിരുന്നു. അത് ഞാൻ യാത്ര ചെയ്തതാണ്. തെറ്റാണ് തിരുത്തണേ. ടാറ്റ എസ്റ്റേറ്റ് കണ്ടുപിടിക്കൊക്കെ ചെയ്യും. അപ്പം അന്നത്തെ കാലത്ത് അപ്പച്ചൻ ജോൺ ജോസഫ് അവരുടെ മേടിച്ച കണ്ടുകൊടുത്തതാണ്. അപ്പച്ചൻ ആ വണ്ടിയെ സമാജത്തിന് വന്നു അന്നത്തെ കാലത്ത്. അത് ഈ സഭയിൽ ഒരു കളവിന് ഇഷ്ടപ്പെട്ടില്ല. അമേരിക്കയിലൊക്കെ ഉണ്ട് ചുറ്റുപാടം D.T. ജോസഫ് അതിൽ വന്നത് അടാക്കിയത്. പുള്ളിയുടെ പിള്ളേർ വരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. D.T. ജോസഫ് വന്നത് പുള്ളിക്ക് പിടിക്കായിരുന്നു. അപ്പം അപ്പച്ചൻ വന്ന് ഈ കസേരയിൽ തന്നെ അപ്പച്ചൻ വന്ന് സഹായത്തിന് വന്നിരുന്നു. കാറ് വന്നപ്പോൾ നിൽക്കുന്നത് ഈ മറ്റേ പുള്ളി മൂവില കണ്ട് സഹായം എന്ന് പറഞ്ഞപ്പോ ഈ മൂവിലെ എഴുന്നേറ്റ് പറഞ്ഞു, ഇത് അപ്പനായിട്ടൊന്ന് അടിക്കാൻ വേണ്ടിയില്ല. പുള്ളി പറഞ്ഞു, പഴയ കാലം ഒന്നും വേണ്ട, ദൈവം എല്ലാവരെയും ഉയർത്തുന്നു. ഇപ്പോൾ പോസ്റ്റർമാർക്ക് എന്തോ ആ ബുദ്ധിമുട്ട് ടാറ്റായിട്ടോ വന്ന് ഇറങ്ങുന്നേ. ഇതൊന്നും അവിടെ പറയേണ്ട കാര്യമുള്ളതല്ല. വിദ്യാഭ്യാസം ഒന്നും വേണ്ടിയില്ല. എല്ലാം കഴിഞ്ഞ തൊഴിൽ വീതിയൊക്കെ എഴുന്നേറ്റപ്പോ പുള്ളി വളരെ ശാന്തമായിട്ട്, പുള്ളിയെ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. സുവിശേഷ വേലയുടെ പഴയ ചരിത്രമെല്ലാം പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, രക്ഷിക്കപ്പെട്ട കാലത്ത് ഇഷ്ടംപോലെ തല്ല് മേടിച്ചു, ഇതൊന്നും ചൗകര്യ കൊണ്ട് മേടിച്ചിട്ടില്ല. എന്നെ അപ്പൊ അടിച്ചതും ഉപദ്രവിച്ചതെല്ലാം പുള്ളി പറയേണ്ടി വന്നു. അത് പറയാനൊന്നും ചെന്നതല്ല, പറയിപ്പിക്കുകയാണ്. ഈ വിധമായ ഉപദ്രവങ്ങളോ അടിയോ പീഡയോ ചൗകര്യ കൂട്ടി മേടിച്ചിട്ടില്ല. രണ്ട്, ഞാന് പത്തനംതിട്ട എന്റെ വീട്ടിലെ വിളവിനാലിനെ നടന്ന് തിരുവനന്തപുരത്ത് 6ാമടെ ചെന്ന് ബൈബിൾ ക്ലാസ് എടുത്തു. പത്തനംതിട്ട നടന്നു തിരുവനന്തപുരം 6ാമടെ 5 ദിവസം കൊണ്ടാണ് നടന്നു ചെന്നത്. പയ്യ കാലിലൊക്കെ നീര് വെച്ച് ഉയർത്തു. ഇതൊന്നും ചൗകര്യം കൂട്ടി കണ്ടിട്ടില്ല. 6ാമടെ യോഗം കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിന് ആൽപ്പാറക്കാരനെ വിളിച്ചു യോഗത്തിന്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നടന്ന് തൃശ്ശൂർ ആൽപ്പാറയിൽ ചെന്നു. പൈപ്പിലെ വെള്ളവും കുടിച്ച് 12 ദിവസം എടുത്തു. ചൗകര്യം കൂട്ടി കണ്ടിട്ടില്ല. എന്നാൽ ഞാനിപ്പോൾ കാറെ വന്നിറങ്ങിയത് ചൗകര്യം കൂട്ടി കണ്ടു. ഇവിടെ കാണും ചൗകര്യം കൂട്ടി. ചൗകര്യം കൂട്ടി നിന്നോടായി പറഞ്ഞു.
മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലായാൽ മതി. നിങ്ങൾ പറയുന്നത് പുള്ളിയൊക്കെ 2 മണിക്കൂറാണ് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല, അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? ഏതെല്ലാം മേഖലകളിലാക്കിയ തെസ്സലോനിക്കയിൽ എത്തിയത് അല്ല. ഇതിനകത്ത് ആത്മീയ ഭാഗം. ഇന്ന് നിങ്ങൾക്ക് വീടുണ്ട്, ഡ്രസ്സുണ്ട്, ചെറുതോ വലുതോ ആഗ്രഹമുണ്ട്. പക്ഷെ പുറകോട്ട് നോർത്ത് ഏതെല്ലാം മേഖലകളിലാക്കി അവിടെ വരെ വന്നത് അല്ല. ദൈവം നമ്മെ കൊണ്ടുവന്നത് വന്നതല്ലോ, നമ്മളെ കൊണ്ടുവന്നതല്ലേ. നിങ്ങളല്ലല്ലോ, ദൈവം നമ്മെ നിർത്തിയതല്ലേ. അത് നമ്മൾ പ്രാപിച്ചതല്ലോ, അവിടുന്ന് പറഞ്ഞതല്ലേ. ഓർത്തോട്ട് ദൈവത്തിന് സ്തോത്രം പറ, സ്തോത്രം പറ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവന്റേതായ എന്നേറ്റമുള്ളത്. ഏകനായി നഗാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റേതായ എന്നേറ്റമുള്ളത്. നമ്മുടെ കാഴ്ചയിൽ നമ്മളെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റേതായ എന്നേറ്റമുള്ളവനാണ്. കൈവിടാതെ കൺമണി പോലെ കാത്തു കൃപണി കാലം മുഴുവൻ നീ കൈവിടാതെ കൺമണി പോലെ അരികിൽ വന്നേ ആശ്വാസം അരികിൽ വന്നേ എന്നോട് ബഹുമാന്യ കർത്തദാസൻ 2 മണി വരെ എടുക്കാമെന്നാ പറഞ്ഞത്. ഞാന് ഇനി ദൈവകൃപയെ ശരണപ്പെട്ട് പ്രസംഗിച്ചാൽ ഒരു 5 മണി വരെ ദൈവം ആയുസ് തന്നാൽ നിന്ന് പ്രസംഗിക്കാം. നിങ്ങളിൽ ചിലരെ ഇരുന്ന് തരും, എല്ലാവരും വരുന്നതിൽ ചിലരെ. പക്ഷെ അത് യോഗ്യമല്ലല്ലോ, വൈബ് യോഗമുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ അങ്ങനെ നിർത്തുക. എന്നിട്ട് വൈകിട്ട് ഇച്ചിരി ഏറെ സമയം കിട്ടിയാൽ നല്ലതാണ്. ഇന്ന് ഇച്ചിരി പാട്ട് കുറച്ചു. ഞാൻ ഇടയ്ക്ക് പാടുന്നുണ്ടല്ലോ. അപ്പൊ പൊതിച്ച് പാടാൻ പറ്റും ഇന്നത്തെ. അപ്പൊ ഇച്ചിരിയേറെ സമയം എനിക്ക് വൈകിട്ട് 3 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അത് സൗകര്യം പറയും. അച്ഛനാകാനും പെണ്ണ് കെട്ടാനും കൊള്ളാം എന്ന് പറഞ്ഞ പോലെ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും പറയാം. അപ്പൊ നിങ്ങളുടെ വൈകിട്ടെല്ലാവരും വരുമോ? അമ്മ വൈകിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കണം. കുറെ ഇത് വായിക്കുന്ന ശബ്ദമില്ല. അതോ എന്നും അവിടെ ഇരിക്കുന്നത് രാത്രി അടിക്കാതെ